നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര ഗണപതി ഭഗവാനെ. ഭഗവാന്റെ മനോഹരമായിട്ടുള്ള കഥകൾ ഇങ്ങനെ തുടരുകയാണ്. കറുകയുടെ മഹാത്മ്യമാണ് ഇത്രയും നേരം ആചാര്യം വായിച്ചത്. കറുകയുടെ ശക്തി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു കഥ പറയാനുണ്ട്. ആ കഥ പറഞ്ഞതിന് ശേഷം വേണം കറുകയുടെ ശക്തി പറയാൻ. കഴിഞ്ഞ പ്രധാനപ്പെട്ട കഥകളിലൊക്കെ തന്നെ ഭഗവാനെ ആരാധിച്ചാലുള്ള മഹിമയാണ് നമ്മൾ കണ്ടത്. ഇനി ഭഗവാനെ ചില പ്രത്യേക ദ്രവ്യങ്ങൾ കൊണ്ട് ആരാധിച്ചാൽ, അല്ലെങ്കിൽ വ്രതങ്ങൾ കൊണ്ട് ആരാധിച്ചാലുള്ള മഹിമയാണ് വരുന്നത്. ഈ ഗണേശപുരാണത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ പേര് തന്നെ ഉപാസനാഖണ്ഡം എന്നാണ്. ഉപാസിക്കാനുള്ള മാർഗങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് ഇനി വരുന്ന കഥ എന്ന് പറയുന്നത് ചന്ദ്രന് കിട്ടിയൊരു ശാപത്തിൻ്റെ കഥയാണ്. പഴയ കാലത്ത് പണ്ട് കൈലാസത്തിൽ നമുക്കൊക്കെ അറിയുന്നൊരു കഥയാണത്. ശ്രീപരമേശ്വരൻ അമ്മയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് എല്ലാ ദേവന്മാരും അവിടെ സന്നിഹിതരായിരുന്നു കൈലാസത്തിൽ. ആ സമയത്ത് ഋഷിമാരും ദേവന്മാരും ഒക്കെ മഹാദേവനോടും അമ്മയോടും ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, അവരതിനുള്ള ഉത്തരങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ ആ കൈലാസ സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലും ധാരാളം വിരുന്നുകാരൊക്കെ വന്നിരിക്കുമ്പോൾ കുട്ടികൾ മാറിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കുട്ടികളായിട്ടുള്ള ഗണപതി ഭഗവാനും അതേപോലെ ബാലസുബ്രഹ്മണ്യ സ്വാമി മറ്റു കുട്ടികളോടൊപ്പം അവിടെ വന്ന് കൂടിയിട്ടുള്ള ദേവന്മാരുടെയൊക്കെ അല്ലെങ്കിൽ ഋഷിമാരുടെയൊക്കെ മക്കളുടെ ഒപ്പം പല കളികളൊക്കെ കളിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മൾ നാരദ മഹർഷി കൊണ്ടു കൊടുത്തതായിട്ടാണ് പ്രധാന കഥകളിലൊക്കെ പറയണത്. പക്ഷേ ഇവിടെ ശ്രീപരമേശ്വരൻ്റെ കയ്യിൽ അതിമനോഹരമായിട്ടുള്ള, ആരും കൊതിക്കുന്ന, വളരെ സ്വാദുള്ള ഒരു പഴം ഇരിക്കണ്ടായിരുന്നു. ആ പഴം ആർക്കാ കൊടുക്കേണ്ടത് എന്നുള്ള ഒരു തർക്കം അവിടെ വന്നു. കാരണം അത്രയും വിശിഷ്ടമായിട്ടുള്ള പഴമാണ്. അത് അറിവിൻ്റെ പഴമാണ്. നമ്മൾ ജ്ഞാനപ്പഴം എന്ന് നമ്മൾ പറയും അതിന്. അത് ശ്രീപാർവതിയുടെ അഭിപ്രായത്തിന് വിട്ടു. അമ്മ പറയട്ടെ ആരാ. അപ്പോൾ ദേവി ആദ്യം പറഞ്ഞു ഗണപതിക്ക് കൊടുക്കാം, പിന്നീട് മുരുകന് കൊടുക്കാം എന്ന് ദേവി പറഞ്ഞു. പക്ഷെ മഹാദേവനത് തൃപ്തി വന്നില്ല. നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു അത്ര. കുറച്ച് കഴിഞ്ഞപ്പോൾ കളികളൊക്കെ നിർത്തിയിട്ട് അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ്റെ കയ്യിലിരിക്കണ ഈ മധുരപ്പഴം കണ്ടപ്പോൾ രണ്ട് കുട്ടികളും കൂടെ ഓടി അടുത്ത് വന്നിട്ട് എനിക്കിതാ പറഞ്ഞു. ഭഗവാൻ ഒന്നും അറിയാത്ത ആളെ പോലെ, ഒരു പാമരനെ പോലെ അഭിനയിച്ചു എന്നാണ്. അവിടെ ഇരിക്കേണ്ടത് ബ്രഹ്മദേവനോട് ചോദിച്ചു ഇത് ആർക്കാ കൊടുക്കേണ്ടത്. ഒറ്റ പഴയേ ഉള്ളൂ. കുമാരന്മാർ രണ്ടുപേരും ഒരേപോലെ ചോദിക്കേണ്ടത്. രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്, രണ്ടുപേരും പങ്കിട്ടെടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവർക്ക് മുഴുവൻ വേണം. കാരണം അറിവിനെ പകുക്കാൻ പറ്റില്ല. അറിവ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ബോധമാണ്. അതാണ് പഴം. അതിനെങ്ങനെ പകുക്കും? അതിനെ പകുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ പകുത്ത് കൊടുക്കൽ നടക്കാത്തത് കൊണ്ട് ഈ സ്ഥിതിയിൽ പ്രശ്നം അങ്ങയുടെ തീരുമാനത്തിന് വിടുകയാണ്. ഇതിൽ ആർക്കാ പഴം കൊടുക്കേണ്ടത് ചോദിച്ചു. കാര്യം വളരെ നിസ്സാരമാണെങ്കിലും ഈ പഴത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന രണ്ടുപേരും അസാമാന്യരാണ്. ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അവരെ പോലുള്ള മക്കളുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അപ്പോൾ അത്രയും യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ബ്രഹ്മദേവൻ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഹരിച്ചും ഗുണിച്ചുമൊക്കെ ആലോചിച്ചു എങ്ങനെയാണ് ഇത് കൊടുക്കാൻ പറ്റുക. രണ്ടു കൂട്ടർക്കും തൃപ്തിയാവണമല്ലോ. പിന്നെ അവസാനം എന്തും വരട്ടെ എന്നും പറഞ്ഞിട്ട് മൂത്ത മകനേക്കാൾ എപ്പോഴും അച്ഛനമ്മമാരുടെ വാത്സല്യം കിട്ടുക ചെറിയ കുട്ടിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന വിശിഷ്ട വസ്തുക്കളൊക്കെ രണ്ടാം കുട്ടിക്കാണ് അല്ലെങ്കിൽ ചെറിയ കുട്ടിക്കാണ് കൊടുക്കുക. അവകാശി അവനാണ് എന്ന് വളരെ പാർഷ്യാലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു തീരുമാനം പറഞ്ഞു. അതുകൊണ്ട് ഭഗവാന്റെ തൃക്കരത്തിലിരിക്കുന്ന പഴം സുബ്രഹ്മണ്യന് കൊടുക്കണമെന്ന് പറഞ്ഞു. ബ്രഹ്മദേവൻ്റെ ആ തീരുമാനപ്രകാരം ഭഗവാൻ തൻ്റെ കയ്യിലിരുന്ന പഴത്തെ മുരുകന് കൊടുക്കുന്നതായിട്ടാണ് ഗണേശപുരാണത്തിൽ നമുക്കറിയണ കഥയിൽ. എങ്ങനെയാണ്? ലോകം ചുറ്റി വരാൻ പറഞ്ഞു എന്നാണ്. പാവം മുരുകൻ ലോകം മുഴുവൻ ചുറ്റാൻ മയിലിൻ്റെ പുറത്ത് കയറിപ്പോയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചുറ്റി വരികയാണ് ചെയ്തത്, അല്ലേ? എന്നിട്ട് ആ പഴം മേടിച്ച് ഗണപതി കഴിച്ചു എന്നാണ് കഥ. പക്ഷേ ഇവിടെ പഴം മുരുകന് കൊടുത്തു. അത് കൊടുക്കണം കണ്ടപ്പോൾ ഗണപതി ഭഗവാന് സങ്കടവും കോപവും ഒക്കെ കൂടെ വന്ന് കണ്ണൊക്കെ അങ്ങോട്ട് ചുവന്നു. കണ്ണിന്നിങ്ങനെ ഉരുണ്ട് വീഴാൻ പോയി കണ്ണീര്, സങ്കടമായി. അദ്ദേഹം വളരെ കോപത്തോടു കൂടിയിട്ട് ഈ പണി ഒപ്പിച്ച ബ്രഹ്മാവിനെ നോക്കിയിട്ട് ആ പല്ലങ്ങോട്ട് കടിച്ചു. ഒരു വിവരമില്ലാത്ത മനുഷ്യൻ, ഒരു വിവരമില്ലാത്ത ഒരാൾ സ്രഷ്ടാവാണത്രേ എന്ന് വിചാരിച്ചു.
ഇങ്ങനെ ഞാൻ നല്ലൊരു പാഠം പഠിപ്പിക്കാൻ പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒന്നും മിണ്ടാണ്ട് അദ്ദേഹം മുഖം വീർപ്പിച്ചിട്ട് ഒരക്ഷരം മിണ്ടാണ്ടിരുന്നു. ഗണപതി അങ്ങനെയാണ്. ഗണപതി വിഷമം വന്നാലും കോപം വന്നാലും പുറമേ കാണിക്കില്ല. ആനയുടെ സ്വഭാവമാണല്ലോ. ആന അങ്ങനെയാണ്, ഓർത്ത് വയ്ക്കും. സമയം വരുമ്പോഴാണ് അടിക്കുക. അത് ചില്ലറ അടിയല്ല, കിട്ടുക എന്നുള്ളതാണ്. എല്ലാവരും സഭ പിരിഞ്ഞു പോയി, സ്വസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി. ബ്രഹ്മലോകത്തെത്തിയിട്ടുള്ള ആ സ്രഷ്ടാവ് വീണ്ടും സൃഷ്ടിക്ക് ഇരുന്നപ്പോണ്ട് സൃഷ്ടിക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടിരുന്നപ്പോൾ അതിൽ കുറച്ച് സാധനം കാണാനില്ല. ഇനി ആ സാധനം കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ നേരത്തെ എടുത്തു വെച്ചൊക്കെ കേടായിരിക്കണം. ഇങ്ങനെ ഒന്നിൻ്റെ പുറകെ തടസ്സം, വിഘ്നങ്ങളുടെ ഒരു ഘോഷയാത്ര. സൃഷ്ടിക്ക് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് പുള്ളിക്ക്, സർവത്ര വിഘ്നം. പിന്നെ ഇതിന് വല്ല പോംവഴി ആലോചിച്ചാൽ ബുദ്ധി തെളിയണില്ല. തൻ്റെ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടതുപോലെ ഒരു തോന്നൽ. അങ്ങനെ ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയിലുള്ള കഴിവിനെ നശിപ്പിച്ചിട്ടും ബുദ്ധിയെ മറച്ചിട്ടും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടും ഭഗവാൻ തൃപ്തിയാവണത് വരെ പകരം വീട്ടിയെന്നു. അങ്ങനെ ആ പകരം വീട്ടിയിട്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മാവ് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ഭീകരമായിട്ടുള്ളൊരു പിശാചിൻ്റെ രൂപം എടുത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞിട്ട് അലറുക, ബ്രഹ്മാവിനെ പേടിപ്പിക്കുക. ഈ വിധത്തിലുള്ള കുട്ടികളുടെ സഹജമായിട്ടുള്ള ഈ പ്രതികാര നടപടികളൊക്കെ ഭഗവാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ബാലലീല പോലെ ഇത് പറയണു. ഭഗവാന്റെ ആ ഭൂതാകാര രൂപം കണ്ടിട്ട് ബ്രഹ്മാവ് പേടിച്ച് പറിച്ച് അലറിക്കൊണ്ട് പുറത്തേക്ക് ഓടി. ആ സമയത്ത് ഭഗവാൻ ആ ഭീകര രൂപമായിട്ട് പുറകെ പാഞ്ഞു ചെന്നു. ഈ രംഗം ചന്ദ്രൻ കണ്ടു, ബ്രഹ്മാവിൻ്റെ പേടി കണ്ടു, അപ്പം ചിരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് വിഘ്നേശ്വരൻ എടുത്തിരിക്കുന്ന ഈ ഭീകര രൂപം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ചിരി സഹിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ കുട്ടികൾ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ അവർക്ക് ദേഷ്യം വരും. അവർ നമ്മളെ പേടിപ്പിക്കണം. നമ്മൾ പേടിച്ചതായിട്ട് കാണിച്ചില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും. ചന്ദ്രൻ ഭഗവാനെ നോക്കിയിട്ട് ചിരിച്ചു കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തീരെ സഹിച്ചില്ല. അത് മറ്റൊരു കഥയിൽ പരശുരാമൻ കൊമ്പ് മുറിച്ച് കളഞ്ഞപ്പോൾ ചന്ദ്രൻ ചിരിച്ചു എന്നുള്ളതാണ് ഒരു കഥ. പക്ഷേ ഗണേശപുരാണത്തിൽ പരശുരാമസ്വാമിയുടെ ആ ചെയ്തിയല്ല അവിടെ വരണത്. വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതയുണ്ട്, അച്ഛനും മകനും, അല്ല ശിഷ്യനും മകനും. അതിൽ പരശുരാമൻ കൊമ്പ് മുറിച്ച് കളഞ്ഞപ്പോൾ ശ്രീപാർവതിയുടെ ആവശ്യം ശിഷ്യനെ ശിക്ഷിക്കണം എന്നാണ്. ഭഗവാൻ പറയും ശിഷ്യനെ ശിക്ഷിക്കാൻ പറ്റില്ല, ഗണപതിയാണ് തെറ്റിയത്. അപ്പോൾ ആ അമ്മയല്ലേ സ്വന്തം മകൻ്റെ കൊമ്പ് മുറിച്ച് കളഞ്ഞതിനുള്ള ആ ദേഷ്യം പ്രകടിപ്പിക്കുന്ന മഹാകവി അത്ര മനോഹരമായിട്ടാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട്, ദിവ്യായുധം വല്ലതുമുണ്ട് ബാക്കി എന്നാലതും നൽകി അനുഗ്രഹിക്കാമെന്ന്. ഇനിയും വല്ലതും കൊടുക്കാൻ ബാക്കിയുണ്ട്, അതും കൂടെ കൊടുക്കവന് പരശുരാമന്. എന്നിട്ട് വേണമല്ലോ എൻ്റെ മക്കളെ മുഴുവൻ അവൻ വെട്ടിക്കീറിയിടാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാനെ കണ്ട് കളിയാക്കിയിട്ട് ഭഗവാൻ ഈ വേഷമൊക്കെ കെട്ടി കരിയൊക്കെ തേച്ചിട്ട് ബ്രഹ്മാവിനെ പേടിപ്പിക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ രൂപം കണ്ടപ്പോൾ ചന്ദ്രൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഭഗവാന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഭഗവാൻ കോപം കൊണ്ട് ജ്വലിച്ചിട്ട് ചന്ദ്രനെ അങ്ങോട്ട് ആ ബാലശാപം എന്ന് പറയില്ലേ, കുട്ടിയുടെ രൂപത്തിൽ നിന്ന് അങ്ങോട്ട് ശപിച്ചു. ചന്ദ്ര, തേഞ്ഞും തെളിഞ്ഞിട്ടും ലോകത്തെ നോക്കിക്കഴിയണ ദുർബലനായിട്ടുള്ള നീയെ എന്നെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നു. അതിന് ഉള്ള ഫലം നിനക്ക് കിട്ടും. നിന്നെ കാണാൻ കൊള്ളാത്തതായിട്ട് പോട്ടെ, നിന്നെ കാണുന്നത് അശുഭമായി തീരട്ടെ, ആരും നിൻ്റെ മുഖത്തേക്ക് നോക്കാണ്ട പോട്ടെ. ഒരു സുന്ദരനായ മനുഷ്യനെ നോക്കിയിട്ട് അയാളെ നിന്നെ കാണാൻ കൊള്ളാത്തതായി പോട്ടെ, ആരും നിൻ്റെ മുഖത്ത് നോക്കാതാവട്ടെ പറ. അതിൽ പറയാൻ അയാളുടെ ഈഗോന് കിട്ടാനുള്ള ഏറ്റവും വലിയ അടി വേറെ വല്ലതും ഉണ്ടോ? ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലോകൈക സുന്ദരനാണ് അല്ലേ. ആ ചന്ദ്രനെ കാണാനുള്ള ആ ശുഭത്വം നഷ്ടപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു അത്ര. ഇങ്ങനെ ചന്ദ്രനെ ശപിച്ച ഉടനെ ചന്ദ്രൻ തിരിച്ച് ശാപമോക്ഷമൊക്കെ ചോദിക്കുമ്പോഴേക്കും ഭഗവാൻ അപ്രദക്ഷിണായി. ചന്ദ്രൻ അതോടുകൂടി അശ്രീകരമായി, എല്ലാവരാലും വർജിക്കപ്പെട്ടവനായി, അവശനായി. കാരണം ആരും ഭാര്യമാർ നക്ഷത്രങ്ങൾ പോലും ചന്ദ്രൻ്റെ മുഖത്ത് നോക്കാൻ പഠിക്കാൻ തുടങ്ങി. കാരണം അത്രയ്ക്ക് അശ്രീകരം. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും കാരണം ഇയാളുടെ മുഖത്ത് നോക്കിയാൽ ഗണപതിയുടെ കോപ. ഗണപതി കോപിച്ചുകൊണ്ട് ആർക്കും ജീവിതത്തിൽ ഒന്നും മര്യാദയ്ക്ക് നടക്കാണ്ടായി. നാച്ചുറലി നമ്മളെന്താ പറയുക, അവ വരുന്നുണ്ട് അവശകുനം, അയാളുടെ മുഖത്ത് നോക്കണ്ട, ഈ വഴി കൂടെ പോവാം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഒഴിവായി പോണ അവസ്ഥയായി പോയി ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ വലിയ വേദന അനുഭവിക്കും. ചന്ദ്രന് ആ വേദന സഹിക്കാൻ പറ്റാണ്ടായി. എത്ര വിവരദോഷം പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്തത്, ഭഗവാനെ പരിഹസിച്ചല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് പശ്ചാത്തപിച്ചു. ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള മാർഗം അന്വേഷിച്ച് നടന്നു. അങ്ങനെ ഒരു വഴിയും കണ്ടെത്താതെ അവസാനം ദേവേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി, ആകെ കഷ്ടമാണ്. ദേവേന്ദ്രൻ
അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൻ്റെ വാതിലിലെത്തിയപ്പോൾ ദൂതന്മാർ തടഞ്ഞു. ഞങ്ങളൊന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ദേവേന്ദ്ര കാര്യം എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞയച്ചു, അല്ലാണ്ട് ഉള്ളിക്ക് വരാൻ പറഞ്ഞില്ല. അപ്പോൾ ചന്ദ്രൻ വിചാരിച്ചു ഇതെന്താ ദേവേന്ദ്രൻ കാര്യം ചോദിക്കാൻ മാത്രം പറഞ്ഞയച്ചിരിക്കുന്നത്. അവസാനം മനസ്സിലായി ദേവേന്ദ്രനും ചന്ദ്രൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയി. അതുകൊണ്ട് ചന്ദ്രനെ കാണണ്ട, കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിഘ്നേശ്വരനെ അപ്രീതിപ്പെടുത്താൻ പേടിച്ചിട്ട് ദേവേന്ദ്രനും സഹായിച്ചില്ല. എന്നിട്ട് പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചന്ദ്രനെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോൾ ആലോചിച്ച്, പാവം ചന്ദ്രൻ, അയാളും ദേവനാണ്, ഞാൻ അവരുടെയൊക്കെ രാജാവാണ്, എൻ്റെ ധർമ്മമാണ് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുക എന്നുള്ളത്. ചന്ദ്രൻ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഞാൻ അയാളെ തള്ളിക്കളഞ്ഞ് ശരിയായില്ല എന്നൊരു വീണ്ടും വിചാരം വന്നപ്പോൾ ദൂതനെ പറഞ്ഞയച്ചിട്ട് ചന്ദ്രനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഹാളിലിരുത്താൻ പറഞ്ഞു, ലിവിങ് റൂമിൽ. എന്നിട്ട് ഇന്ദ്രൻ ചന്ദ്രനെ മുഖത്ത് നോക്കാണ്ട കർട്ടൻ്റെ പുറകിൽ നിന്നിട്ട് കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാം, മുഖത്ത് നോക്കില്ല, കാരണം ചന്ദ്രനെ നോക്കിയാൽ പുലിവാല, അന്നത്തെ അവരുടെ സകല ഐശ്വര്യവും പോകുന്നതാണ് ഭഗവാന്റെ ശാപേ. അപ്പോൾ അതുകൊണ്ട് ചന്ദ്ര, നിങ്ങളിങ്ങനെ തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അബദ്ധത്തിൽ ചാടുക, എന്നിട്ട് അവസാനം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥിരം പരിപാടിയാണ്. കാരണം പണ്ട് ബൃഹസ്പതിയുടെ ഭാര്യ താരെ തട്ടിക്കൊണ്ടുപോയാളാണ്. എന്നിട്ട് ദേവാസുര യുദ്ധം വരെ, ദേവന്മാരുടെ ഇടയിൽ യുദ്ധം വരെ ഉണ്ടായി, പരസ്പര സ്പർദ്ധ വരാക്കി വിട്ട മഹാത്മാവാണ് കയറി. ചന്ദ്രനെ കൊണ്ട് ഒരുപാട് ദ്രോഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേവന്മാർക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എന്ത് പുലിവാല ഉണ്ടാക്കിയത്, നിങ്ങൾക്കറിയില്ലേ ഗണപതിയുടെ മഹത്വം, നിങ്ങൾ എന്നിട്ട് പിന്നെ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ചന്ദ്രൻ വളരെ ദയനീയമായിട്ട് പറ്റിപ്പോയി, ഒരു അബദ്ധം പറ്റി. കാരണം കണ്ടാൽ ചിരി വരുന്ന ഒരു രൂപം എടുത്തിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത്. അപ്പോൾ എനിക്ക് ചിരി വന്നു പോയി, ഞാൻ ചിരിക്കാൻ പാടില്ലായിരുന്നു, ഞാനതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്, പക്ഷെ ഭഗവാനെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഇതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാം, നമ്മുടെയൊക്കെ അച്ഛൻ പിതാമഹൻ ബ്രഹ്മദേവനുണ്ട്, അദ്ദേഹത്തിനെ കണ്ടിട്ട് ഉപദേശം ചോദിച്ചോളൂ, എന്തെങ്കിലും വഴി അദ്ദേഹം പറഞ്ഞു തരായിരിക്കില്ല പറഞ്ഞു. ചന്ദ്രൻ അങ്ങോട്ട് വരിക, ബ്രഹ്മാവിന് വിവരം കിട്ടി ചന്ദ്രൻ വരേണ്ടതെന്ന് വെച്ചാൽ ബ്രഹ്മാവ് പോയിട്ട് ഒളിച്ചിരുന്നു, ബ്രഹ്മാവിൻ്റെ ഐശ്വര്യം പോവും, അതുകൊണ്ട് ബ്രഹ്മാവ് ഒളിച്ച് മുറിയുടെ അകത്ത് കയറിയിരുന്നു. ചന്ദ്രൻ വാതിലിൻ്റെ പുറത്ത് നിന്നിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, അവിടുന്ന് ജഗൽപിതാവല്ലേ, എനിക്ക് കിട്ടിയിട്ടുള്ള ശാപത്തിൻ്റെ ദുഷിച്ച ഫലം അങ്ങയുടെ എല്ലാ സൃഷ്ടികളും അനുഭവിക്കണം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മുഖത്ത് നോക്കാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ഉദിച്ചേ പറ്റൂ. അപ്പം ആരെങ്കിലും എന്നെ നോക്കും, ആ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാര്യം പോയി. ചരാചരങ്ങളുടെ സൗഖ്യം നോക്കേണ്ടത് അങ്ങയുടെ കടമയാണ്, അതുകൊണ്ട് ഇത് അങ്ങ് തന്നെ പരിഹരിച്ച് തരണമെന്ന് പറയും. അപ്പോൾ പറയും, ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ഗണപതിയാണ് നിന്നെ ശപിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിനെ തന്നെ ശരണം പ്രാപിക്കാണ്ട് നിനക്ക് മോക്ഷം കിട്ടില്ല, ഇതിന്ന് ശാപമോക്ഷം ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ബ്രഹ്മോപദേശം കിട്ടിയിട്ടുള്ള ചന്ദ്രൻ ദേവന്മാരുടെ സഹായത്തിനായിട്ട് വീണ്ടും ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നു. ഇന്ദ്രനും ദേവന്മാരും ഒക്കെ ചേർന്നിട്ട് ചന്ദ്രന് ശാമഭോജനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിഘ്നേശ്വര വിഗ്രഹം ഉണ്ടാക്കി അത് പ്രതിഷ്ഠിച്ച് അവർ തന്നെ പൂജിച്ച് സ്തോത്രങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം മുഴുവൻ ചന്ദ്രന് സമർപ്പിച്ചു. ചന്ദ്രൻ അറിയാണ്ട് ചെയ്തു പോയിട്ടുള്ള തെറ്റാണ്. അങ്ങയുടെ കോപം കൊണ്ട് ചന്ദ്രൻ ചിരിച്ചത് വിവരക്കേട് കൊണ്ടാണ്, അഹങ്കാരം കൊണ്ടല്ല. അങ്ങ് കോപത്തിൻ്റെ കാഠിന്യമൊക്കെ കുറയ്ക്കണം, പശ്ചാത്തപിക്കുന്നുണ്ട് ചന്ദ്രൻ. ഇനി മേലിൽ ഒരിക്കലും അറിഞ്ഞോ അറിയാണ്ടോ അങ്ങയോടൊരു തെറ്റ് ചെയ്യില്ല, കരുണയുള്ള ആളല്ലേ അങ്ങ്, ക്ഷിപ്രപ്രസാദിയല്ലേ, ചന്ദ്രൻ്റെ മുകളിൽ ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അവസാനം ക്ഷമസ്വ 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 പറഞ്ഞിട്ട് വിളിച്ചു ചൊല്ലി കൂട്ടപ്രാർത്ഥന നടത്തിയിട്ട് ദേവന്മാർ വീണ്ടും വീണ്ടും വീണ് നമസ്കരിച്ചു. ചന്ദ്രനും മറവിൽ കർട്ടൻ്റെ അപ്പുറത്ത് നിന്നിട്ട്, കാരണം ചന്ദ്രനെ ഇവർക്കാർക്കും കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവർ പൂജ കഴിച്ചത്. അങ്ങനെ തപസ് ചെയ്ത് ആ പൂജ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ ഒന്നും അറിയാത്ത മാതിരി ചോദിച്ചു, ഞാൻ സന്തുഷ്ടനാണ്, എന്ത് വരാൻ വേണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചന്ദ്രനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാൽ പോലും, വെള്ളം മേപ്പട്ടേക്ക് ഒഴുകിയാൽ പോലും എൻ്റെ വാക്ക് മാറില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രൻ കരഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് ഭഗവാന്റെ കാലിൽ അങ്ങോട്ട് നമസ്കരിച്ചു, എന്നെ രക്ഷിക്കണം, എൻ്റെ ഗതികേട്, ഞാൻ അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കണ്ണീര് കൊണ്ട് ഭഗവാന്റെ കാല് കഴുകിയെന്നാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു അത്ര, കാലിൽ കിടന്ന് കരയണം ചന്ദ്രനെ. ചന്ദ്രൻ കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഭഗവാന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ മേലേക്ക് നോക്കിയപ്പോൾ ചോദിച്ചു എന്ന്, 6 മാസക്കാലം അപ്രത്യക്ഷനായിട്ടിരിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. 1 വർഷവും 6 മാസം, 1 വർഷവും 1.5 കൊല്ലം ആരുടെയും ദൃഷ്ടിപ്പെടാണ്ടിരിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ അനുഭവിക്കേണ്ടതിൻ്റെ മാക്സിമം അനുഭവിച്ചു കഴിഞ്ഞു, ഇനി എന്നെ അവിടെ നിന്ന് പരീക്ഷിക്കരുത്,
എനിക്ക് ഇങ്ങനത്തെ ഭീകര ശിക്ഷയൊന്നും തരുന്നത്, 1.5 കൊല്ലം ഇനിയും ഒളിച്ചിരിക്കണം എവിടെയെങ്കിലും എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. കാരണം ഞാൻ അവഗണന കൊണ്ട് സഹിക്കാൻ പറ്റാത്തവനായിരിക്കണം. എനിക്ക് കഴിക്കാൻ പോലും ഒന്നുമില്ല. വൃക്ഷലതാദികൾ പോലും എന്നെ കണ്ടാൽ മുഖം തിരിക്കുകയാണ്. എനിക്കൊരു പഴം പോലും കഴിക്കാൻ കിട്ടുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വീണ്ടും ക്ഷമ പറഞ്ഞ് നമസ്കരിക്കണ കണ്ടപ്പോൾ ആ ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു അത്രേ, എൻ്റെ സത്യവചനം മാറില്ല, പക്ഷെ ഞാൻ നിന്നെ ആ ശാപത്തുനിന്ന് ഒരു ഇളവ് നിനക്ക് തരാം. വർഷത്തിൽ ഒരു ദിവസം നിന്നെ കണ്ട മഹാമോശവും അങ്ങനെ കുറയ്ക്കാം, അല്ലാണ്ട് ഞാൻ മുഴുവൻ ആ ശാപം ഞാൻ എടുത്തു മാറ്റില്ല എന്ന് പറഞ്ഞു. ജീവിതകാലം മുഴുവൻ ചന്ദ്രൻ്റെ ജീവിതകാലത്ത് മുഴുവൻ ചന്ദ്രനെ കാണുന്നവർക്കൊക്കെ ദുര്യോഗം വരുന്നുള്ളത് കൊല്ലത്തിലൊരിക്കൽ ചന്ദ്രനെ കണ്ട ഒരു പ്രത്യേക ദിവസം കണ്ടു കഴിഞ്ഞാൽ ദുര്യോഗം വരും എന്ന് പറഞ്ഞിട്ട്, ഭാദ്രശുക്ല ചതുർത്യാം യോ ജ്ഞാനതോ അജ്ഞാനതോ വിവ അഭിശാഭീ ഭവേ ചന്ദ്ര ദർശനാത് വൃഷദുഃഖഭാഗ്. അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും ഈ ഭാദ്രപദ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി, വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിക്കുകയാണെങ്കിൽ അവർ ശപിക്കപ്പെട്ടവരും ദുഃഖിതരുമായിട്ട് മാറും, ഇതിൽ സംശയമില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞു. ഭഗവാന്റെ ആ അരുളപ്പാട് കേട്ട സമയത്ത് ചന്ദ്രനും മറ്റ് ദേവന്മാരും ഒക്കെ അത്രയും ആശ്വാസം. വർഷത്തിൽ ഒരു ദിവസമല്ലേ, മിണ്ടാണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ മതിയല്ലോ. പക്ഷേ ചന്ദ്രനാണെങ്കിൽ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടി ചന്ദ്രൻ പുറത്തും വരും. നോക്കാണ്ടിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ചന്ദ്രനെ നോക്കാതിരിക്കുന്നത് നമ്മുടെ കടമയാണ്. അങ്ങനെ എന്നിട്ട് പറയും, ചന്ദ്രൻ വീണ്ടും സ്തുതിച്ചിട്ട് പറയും, ഭാവിയിൽ എനിക്ക് ബുദ്ധിമോശം പറ്റാണ്ടിരിക്കാൻ എപ്പോഴും എൻ്റെ മനസ്സും ഓർമ്മയൊക്കെ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ നിരന്തര സ്മരണയായിട്ട് ഇരിക്കാനായിട്ട് അനുഗ്രഹിക്കണം പറയും. അപ്പോൾ ഭഗവാൻ വളരെ ലാഘവമായിട്ട് പറയും, എൻ്റെ ഏകാക്ഷരി മന്ത്രം നിത്യം ജപിച്ചാൽ മതി, ഒരു ബുദ്ധിമോശവും പറ്റില്ല ആർക്കും എന്ന് പറയും. കാരണം സത്യമാണ്, ഗണപതിയുടെ ഉപാസന ഗണപതി ആരാധിക്കുന്നവന് ബുദ്ധിമോശം വരില്ല, അതങ്ങനെയാണ്, അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പറഞ്ഞ് ഭഗവാൻ ചന്ദ്രനെ അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു. ചന്ദ്രൻ ഗണപതിയുടെ ഏകാക്ഷരി മന്ത്രം ഉരുവിട്ട് 12 സംവത്സരക്കാലം ഏകാഗ്രതയോട് കൂടിയിട്ട് തപസ് ചെയ്തു. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഭഗവാൻ ഒന്നിങ്ങനെ മിന്നി മറിഞ്ഞ മാതിരി പ്രത്യക്ഷപ്പെട്ടിട്ട് അപ്രത്യക്ഷനായി. വേറൊരു സമയത്ത് അതിഭയങ്കരമായിട്ടുള്ള വലിപ്പത്തോടു കൂടിയിട്ടുള്ള ശരീരമുള്ള ഒരു ദേവൻ്റെ രൂപത്തിൽ, കണ്ടാൽ ഗണപതിയോ തോന്നില്ല, അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് ചന്ദ്രൻ ഇതാരാന്നറിയാണ്ട് പേടിച്ചു പോയി. വീണ്ടും ജപം പക്ഷെ തുടർന്നുകൊണ്ടിരുന്നു. ഭഗവാൻ ഇങ്ങനെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന് വരട്ടും ചന്ദ്രനെ തപസ് മുടക്കാൻ. പക്ഷേ ചന്ദ്രൻ ഒന്നുകൊണ്ടും ഭഗവാന്റെ ഈ പരീക്ഷണങ്ങളിലൊന്നും പേടിച്ചില്ല, വീണ്ടും ജപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാനും പ്രീതിയായി. ചന്ദ്രൻ്റെ ഒരു സ്തുതിയുണ്ട്, ആചാര്യൻ നേരത്തെ വായിച്ചു. ആ സ്തുതി വളരെ വിശേഷമാണ്. ചന്ദ്രദോഷങ്ങളൊക്കെ മാറാൻ വളരെ വിശേഷമാണ്. മാനസിക വൈകല്യങ്ങൾ മാറാൻ വളരെ വിശേഷമാണ്. അമ്മമാർക്കുള്ള രോഗം മാറാൻ മക്കൾ ചെല്ലുന്നത് വളരെ വിശേഷമാണ്. ചന്ദ്രൻ, അമ്മ, മനസ്സ്, ഭാഗ്യം, ഇത് 3 കുറിക്കണ ദേവനാണ്. ഞാൻ നേരത്തെ ചൊവ്വയുടെ പറഞ്ഞു തന്ന പോലെ പറയുകയാണ്. ഗണപതി ഭഗവാന്റെ ഉപാസനയിൽ ചന്ദ്രപ്രീതിക്ക് ചെയ്യേണ്ട, അതായത് ഈ പറഞ്ഞ വിഷയങ്ങളിൽ, പെറ്റമ്മയ്ക്കൊരു അസുഖം വന്ന് കിടപ്പിലാണ്, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു ദുഃഖമുണ്ട്, അത് മാറാൻ, അതുമാതിരി മനസ്സിൻ്റെ വൈകല്യങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അവനവന് വേണ്ടിയിട്ടാണെങ്കിലും. ചന്ദ്രൻ്റെ ബലം, അമാവാസിയിലൊക്കെ ജനിക്കുന്നവർക്ക് പൊതുവിൽ ചന്ദ്രബലം കുറവായിരിക്കും, മനസ്സിന് കട്ടി കുറവായിരിക്കും. അതുമാതിരി ഗ്രഹണദോഷങ്ങൾ മാറാൻ, ഗ്രഹണ സമയത്ത് ജനിച്ചതിൻ്റെ ദോഷങ്ങൾ മാറാൻ, ചന്ദ്രൻ മരണകാരക സ്ഥാനത്ത് വരുമ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങൾ മാറാൻ, അങ്ങനെയുള്ള അഷ്ടമത്തിൽ മറയണ ചന്ദ്രൻ വരുമ്പോൾ ആ ചന്ദ്രന് ബലം കൊടുക്കാൻ, അതിനൊക്കെ ഗണപതി ഭഗവാനെ ചന്ദ്രൻ സ്തുതിച്ച ആ സ്തുതി, അതിലൊരു ശ്ലോകം, നമാമി ദേവദ്വിരദാനനം തം യസ് സർവവിഘ്നം ഹരതേ ജനാനാം ധർമാർത്ഥകാമാംസ്തനുതേഖിലാനാം തസ്മൈ നമോ വിഘ്നവിനാശനായ. ആ ശ്ലോകത്തെ എങ്കിലും ഈ പറഞ്ഞ നമാമി ദേവദ്വിരദാനനം തം എന്നുള്ള ആ ശ്ലോകം, ആ നമോ വിഘ്നവിനാശനായ എന്നുള്ള ശ്ലോകം വരെയെങ്കിലും കാണാപാഠം പഠിച്ചിട്ട് നിത്യേന ജപത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ അവിടുന്ന് വേദസ്വരൂപനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിസ്തരിച്ചിട്ടാണ് സ്തുതിക്കുന്നത്. അങ്ങനെ ഭഗവാൻ ഈ സ്തുതിയുടെ അവസാനത്തിൽ ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അനുഗ്രഹിച്ചു. ഞാൻ ആദ്യം അനുഗ്രഹിച്ചിട്ടുള്ളത് പോലെ തന്നെ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ ചന്ദ്ര അങ്ങേ ദർശനയോഗ്യനല്ലാണ്ടാവുള്ളൂ. ബാക്കിയുള്ള കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥി ദിവസം ചന്ദ്രോദയത്തിൻ്റെ ശേഷം എന്നെ ധ്യാനിച്ച് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ നന്മകളും കിട്ടുന്നതാണെന്നും പറഞ്ഞിട്ട് ചന്ദ്രനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്രതത്തെ ഭഗവാൻ അവിടെ നിശ്ചയിച്ച് പറഞ്ഞു. എന്നിട്ട് പറയും, അന്ന് നിർബന്ധമായിട്ടും കൃഷ്ണപക്ഷത്തിലെ ചതുർത്ഥി ദിവസം ചന്ദ്രോദയത്തിന് ശേഷം അങ്ങേ നിർബന്ധമായിട്ടും ദർശിക്കണം, ചന്ദ്രനെ കണ്ട് തൊഴണം, അപ്പോഴേ ഗണപതി സന്തോഷിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗണപതി ഒരു അനുഗ്രഹം കൊടുക്കണം.
അല്ലാത്ത പക്ഷം വ്രതം പൂർണ്ണമാവില്ല. ഇന്നു മുതൽ അവിടുന്ന് എൻ്റെ ഗാത്രത്തിലൊരംശമായിട്ട് എൻ്റെ ശിരസിലിരിക്കുന്നു പറഞ്ഞിട്ട് ചന്ദ്രൻ്റെ കലയെ എടുത്തിട്ട് തൻ്റെ ശിരസിലങ്ങോട്ട് വെച്ചു. മൂന്നാം പറ ആണല്ലോ, മൂന്നാമത്തെ ദിവസത്തെ ചന്ദ്രനാണ് ശിവൻ്റെ ശിരസിലും ഗണപതിയുടെ ശിരസിലും അമ്മയുടെ ശിരസിലും ഒക്കെ ഇരിക്കുന്നത്. മൂന്നാം പിറ എന്ന് പറയും. അങ്ങനെ എന്നിട്ട് പറയും, ഓരോ മാസത്തിലും വെളുത്ത പക്ഷത്തിലെ ദ്വിതീയ നാളിൽ അങ്ങേ ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ചന്ദ്രനെ വെളുത്ത പക്ഷത്തിലെ 2-ാം ദിവസം ദ്വിതീയ തിഥിയിൽ ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സകല ഐശ്വര്യങ്ങളും കിട്ടുന്ന പറയാം. ചന്ദ്രൻ്റെ ബലത്തിന് ദുർഗയാണ് പ്രീതിപ്പെടുത്തുക. സാധാരണ ദുർഗയാണ് ചന്ദ്രൻ്റെ ഇത്. അമാവാസിയിലാണെങ്കിൽ കാളിയെ, പൗർണമിയിലാണെങ്കിൽ ദുർഗെ. ഇന്നു മുതൽ അവിടുന്ന് പൂർവാധികം തേജസ്വിയായിട്ട് മാറുന്ന പറഞ്ഞിട്ട് ചന്ദ്രന് വർദ്ധിച്ച തേജസ്സും കൂടെ കൊടുത്ത് അനുഗ്രഹിച്ചു. സൂതം പറയുക, ശൗനകർഷേ ഇങ്ങനെ ചന്ദ്രന് വരം നൽകിയിട്ടുള്ള വിഘ്നേശ്വരൻ അന്തർധാനം ചെയ്തു. തൻ്റെ പൂർവ്വകാല തേജസ് വീണ്ടെടുത്തിട്ടുള്ള ചന്ദ്രൻ ഭഗവാന്റെ വരപ്രസാദത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വളരെയധികം സന്തോഷിച്ചു എന്നാണ് പറഞ്ഞത്. ഈ ചന്ദ്രൻ്റെ ശാപവും ഗണപതി ഭഗവാൻ ചന്ദ്രനെ അനുഗ്രഹിച്ചതിൻ്റെയും ഈ കഥ പുരാണഭാഗം നിത്യേന പാരായണം ചെയ്യണവർക്ക് മനസ്സിന് ബലം വർദ്ധിക്കും, ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനി എന്ത് കഥയാണ് അങ്ങേക്ക് കേൾക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു കഥയിലേക്കുള്ള വഴി തുറക്കുകയാണ്. ഭഗവാൻ ചന്ദ്രൻ ഗണപതിയെ ഈ സിദ്ധിക്ഷേത്രത്തിൽ തനിക്ക് ദർശനം തന്ന സ്ഥലത്ത് ബാലചന്ദ്രൻ എന്ന പേരിൽ പ്രതിഷ്ഠിച്ചു. ബാലചന്ദ്രൻ എന്ന് പറയുന്നത് ബാലചന്ദ്രനല്ല, ബാലചന്ദ്രൻ എന്ന പേരിൽ പ്രതിഷ്ഠിച്ചു. രത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ളൊരു സ്വർണ്ണക്ഷേത്രം ഉണ്ടാക്കിയിട്ടാണ് അത്ര പ്രതിഷ്ഠിച്ചത്. ആ സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മനസ്സിനുള്ള സകല ദുഃഖ ദുരിതങ്ങളും മാറുന്നതാണ്. അങ്ങനെ ചന്ദ്രൻ അവിടെ ഇരുന്ന് ഭഗവാനെ അനവധി കാലം ഉപാസിച്ചു എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ബ്രഹ്മാവ് കൃതവീരൻ്റെ അച്ഛന് ആ വ്രതം പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് ഈ കഥ, അതിൻ്റെ ഉള്ളിൽ വേറെയും പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫ്ലാഷ് ബാക്കിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ കൃതവീരൻ്റെ അച്ഛനായിട്ടുള്ള ആ പിതൃക്കളുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന കൃതവീരൻ്റെ മരിച്ചുപോയിട്ടുള്ള അച്ഛൻ സ്വപ്നത്തിൽ വന്ന് കാണിച്ചു കൊടുത്ത ആൾ, അദ്ദേഹം ബ്രഹ്മദേവനോട് ചോദിച്ചു, കൃഷ്ണപക്ഷ ചതുർത്ഥിയിൽ ചന്ദ്രോദയത്തിലെ വ്രതം എന്തുകൊണ്ട് ചെയ്യണു എന്ന് ചോദിച്ചോ. അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ വളരെ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളതാണ്, ഗണപതിക്ക് കറുക എന്തിനാണ് അർപ്പിക്കണത്? അതിൻ്റെ കാരണം കേൾക്കണമെന്നുണ്ട്. കറുകനാമ്പ് ഗണപതി ഭഗവാന് പ്രിയപ്പെട്ടതായത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പോൾ ബ്രഹ്മാവ് പറയും, അതിൻ്റെ ഫലമാണ് ആദ്യം പറയേണ്ടത്. എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. എൻ്റെ മനസ്സിനെ വളരെ ആകർഷിച്ചിട്ടുള്ളൊരു കഥയുണ്ട്. യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ ഈ രാജ്യത്തിൻ്റെയൊക്കെ തെക്കേ ഭാഗത്ത് ജാമ്പ എന്ന് പേരുള്ളൊരു പട്ടണം ഉണ്ടായിരുന്നു. അവിടെ ധാരാളം വേദങ്ങളും ഒക്കെ അറിയുന്ന, അതുമാതിരി തന്നെ നല്ല ഭക്തനും എല്ലാവരാലും മാനിക്കപ്പെടുന്നവനുമായിട്ടുള്ള വളരെ നന്മ നിറഞ്ഞിട്ടുള്ളൊരു സുലഭൻ എന്ന പേരോട് കൂടിയിട്ടുള്ളൊരു ക്ഷത്രിയൻ ഉണ്ടായിരുന്നു. അവൻ അതിസുന്ദരിയായിട്ടും ധർമ്മിഷ്ഠയായിട്ടും സുമുദ്ര എന്ന പേരോട് കൂടിയിട്ടുള്ള ഒരു ഭാര്യ. ഒരു ദിവസം അവർ രണ്ടുപേരും കുളിച്ച് ശുദ്ധരായിട്ട് പുരാണം വായിക്കുക. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് പുരാണം വായിക്കുന്ന ദിവസം. അങ്ങനെ പുരാണം വായിക്കാനിരിക്കണ സമയത്ത് ഭിക്ഷ യാചിച്ചുകൊണ്ട് പരമദരിദ്രനായിട്ട്, ശരീരം മുഴുവൻ മാലിന്യമായിട്ട്, ഒറ്റ വസ്ത്രം പോലും ഉടുക്കാണ്ട് പരിപൂർണ നഗ്നനായിട്ട് മധുസൂദനൻ എന്നുള്ളൊരു ബ്രാഹ്മണൻ അവരുടെ വീട്ടിലേക്ക് കയറി വന്നു. അങ്ങനെ ഒരാൾ ഭിക്ഷയ്ക്ക് വരുമ്പോൾ ഒരു അതിഥി എന്നുള്ള നിലയ്ക്ക് ആദ്യം പെട്ടെന്ന് ആ ആതിഥ്യമര്യാദയുടെ പേരിൽ സുലഭൻ എഴുന്നേറ്റ് നിന്നിട്ട് നമസ്കരിച്ചു അദ്ദേഹത്തിനെ. പിന്നെ എഴുന്നേറ്റ് നിന്നപ്പോഴാണ് ഇയാൾ വസ്ത്രമൊന്നും ധരിക്കാണ്ടാണ് സഞ്ചരിക്കണത് കണ്ടപ്പോൾ അവജ്ഞ തോന്നിയിട്ട് വളരെ മോശമായിട്ട് ഭർഷിച്ചു. ഇങ്ങനെ തുണിയില്ലാണ്ട് നടക്കാൻ പാടും, ഇതെന്താ അങ്ങ് കാണിക്കണത് എന്ന് ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണന് ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹം ഒരു അവധൂതനായിരുന്നു. അദ്ദേഹം ബുദ്ധികെട്ടവനെ, അവധൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുറച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും ശപിക്കില്ലല്ലോ. മനസ്സുറയ്ക്കാത്ത ആളായിരുന്നു. ദിഗംബരനായിട്ട് നടക്കുക. ആ നഗ്നബ്രാഹ്മണനെ പരിഹസിച്ച നീ കലപ്പ വലിച്ചിട്ട് എന്നും ദുഃഖം അനുഭവിക്കണ കാളയായിട്ട്, ഒരു കലപ്പക്കാളയായിട്ട്, ഉഴവുകാളയായിട്ട് ഭവിക്കട്ടെ അവർ ശപിച്ചു. സുലഭൻ ഞെട്ടിപ്പോയി. ഒന്ന് ചിരിച്ചതിനാണ് ഈ ശാപം കിട്ടിയത്. സുമുദ്രയ്ക്ക് ഇത് കേട്ടിട്ട് സഹിച്ചില്ല ഭർത്താവിനെ ശപിച്ചത്. എടാ ദുഷ്ട, നീ അധർമ്മിയായിട്ട് വസ്ത്രമില്ലാണ്ട് ഒരു സ്ത്രീയായിട്ടുള്ള ഞാൻ നിൽക്കുന്ന അവിടേക്ക് വരെയും ഇങ്ങനെ കയറി വന്നിട്ട് ഭിക്ഷ യാചിക്കുന്ന ഒരു വൃത്തികേട് കാണിച്ചിട്ട് നീ എൻ്റെ ഭർത്താവിനെ ശപിക്കണോ? അതുകൊണ്ട് നീ
അനവധി കാലം ആൾക്കാരുടെ തല്ലുകൊള്ളുന്ന കഴുതയായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് ശപിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് കൂടുതൽ ദേഷ്യം വന്നിട്ട് ഇദ്ദേഹം ഇവളെ ശപിച്ചു. മഹാഭാവി, നീ അങ്ങനെയാണെങ്കിൽ മലമൂത്രങ്ങൾ ഭക്ഷിക്കണ, മാംസം ഭക്ഷിക്കണ ചാണ്ടാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ശപിച്ചു. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും എത്ര ധർമ്മിഷ്ഠരാണെങ്കിലും ഇങ്ങനെ കാലക്കേടിന് ചെറിയൊരു ഇൻസിഡൻറ്റ് മതി, പിന്നെ എത്രയോ ജന്മം നമ്മൾ നരകിക്കും. ചേരമാൻ പെരുമാളുടെ ഗുരുനാഥൻ നായയായിട്ട് ജനിച്ച കഥ ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. നായയായിട്ട് ജനിച്ചാൽ പിന്നെ മനുഷ്യന്മത്തിലേക്ക് തിരിച്ചു വരുമോയെന്നറിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഗുരുനാഥന് ഒരു അനുഗ്രഹം കൊടുത്തു അത്ര പെരുമാളിന്. ഞാൻ നായയായിട്ട് സഞ്ചരിക്കുന്ന കാലത്ത് മനുഷ്യമലം അമേദ്യം ഭക്ഷിക്കണത് കാണാൻ നീ ഇടയാവുന്ന നിമിഷത്തിൽ നീ എന്നെ കൊന്നോളണം, ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞു. അതെൻ്റെ അന്നനാളത്തിലേക്ക് ഇറങ്ങിപ്പോവാണ്ട് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇന്നത്തെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ആ പരിസര പ്രദേശത്ത് കൂടെ ഒരിക്കൽ പല്ലക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒരു നായ വഴിവക്കിൽ നിന്നിട്ട് അമേദ്യം ഭക്ഷിക്കാൻ പോകുന്നതായിട്ട് പല്ലക്കിലിരുന്ന് കണ്ടു. പെട്ടെന്നൊരു നോട്ടത്തിൽ തൻ്റെ ഗുരുനാഥനാണ് അതെന്ന് മനസ്സിലായി. വാളെടുത്ത് ചാടി കഴുത്തിനെ വെട്ടി തല വേർപെടുത്തിയിട്ടു. അങ്ങനെ ഗുരുനാഥനെ ആ മഹാഭാവത്തുനിന്ന് മറ്റൊരു ജന്മം കിട്ടി വീണ്ടും താഴ്ന്ന തലത്തിലുള്ള ജന്മങ്ങളിലേക്ക് പോകുന്നതെന്ന് അദ്ദേഹം രക്ഷിച്ചു. പക്ഷേ ഗുരു എന്ന സങ്കല്പത്തിലാണല്ലോ നായയെ വെട്ടിയത്. അതുകൊണ്ട് ഗുരുവിനെ കൊന്ന പാപം വന്നു. അത് മാറാൻ സങ്കല്പത്തിനുള്ള പ്രാധാന്യം അതാണ്. നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളതാണ് പ്രധാനം. അതിന് പരിഹാരമായിട്ട് ഒരേ പീഠത്തിൽ മഹാദേവനെയും മഹാവിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് തിരുനായത്തോട് ക്ഷേത്രം. ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്താണത്, തിരുനായത്തോട്. അവിടെയാണ് ജി ശങ്കരക്കുറുപ്പ് മഹാകവി ജനിച്ചത്. ഞാൻ പല പ്രഭാഷണങ്ങളിലും ഈ കഥ പല കോണ്ടെക്സ്റ്റുകളിലും പറയുമ്പോഴും എന്തുകൊണ്ടോ ഗുരുവായൂരപ്പൻ എപ്പോഴും ഈ കഥ പറയിപ്പിക്കും, എന്താണെന്നറിയില്ല. ഞാനവിടെ ആകെ ഒരു തവണയെ പോയിട്ടുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ്. ഒരു ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അടുത്തൊരു വീട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പോഴാണ് അവിടെ പോകാനുള്ള ഭാഗ്യം കിട്ടിയത് എനിക്ക്. അങ്ങനെ ഇവിടെ അമേദ്യഭോജിയായിട്ട് ഭവിക്കട്ടെ എന്നിട്ട് ഇവളെ ശപിച്ചു. ഇങ്ങനെ പരസ്പരം ശപിച്ചിട്ട് മനുഷ്യൻ്റെ ദുർലഭമായിട്ട് കിട്ടുന്ന ശരീരങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഒരുത്തൻ സുലഭൻ കാലപ്പോ വലിക്കുന്ന കാളയായി, അലക്കുകാരനെ തല്ലുകൊള്ളുന്ന കഴുതയായി മധുസൂദനൻ. ഇവളാണെങ്കിൽ ആ നഗരപ്രദേശത്ത് ഒരു ചണ്ട സ്ത്രീയായിട്ടും ജനിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വേർപിരിഞ്ഞു പോയി. ഇനി വിധിയുടെ കളിയാണ്. ഇവർ 3 പേരും ഒന്നിച്ച് വരാൻ പോകണം. അവിടെയാണ് ഇതിൻ്റെ രസമായിട്ടുള്ള സംഭവം. ഒരു ദിവസം ഇവൾ നഗരത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് ആ നഗരത്തിൻ്റെ ഒരു ഭാഗത്ത് ഗണപതി ഭഗവാന്റെ ഒരു വലിയ അമ്പലം കണ്ടു. നല്ലോണം ജനങ്ങൾ വന്ന് തൊഴണ ഒരു അമ്പലം. അവിടെ അന്ന് ഗണപതി ഭഗവാന്റെ ഉത്സവമായിരുന്നു. അപ്പോൾ ഇവളും അവിടെ കയറിയിരുന്നു. അവിടെ ഇരിക്കുന്നു. പല ആൾക്കാരും, ചില ആൾക്കാർ ജപിക്കുന്നുണ്ട്, ചിലർ കച്ചവടം നടത്തുന്നുണ്ട്, ചില ആൾക്കാർ നമസ്കരിക്കുന്നുണ്ട്, ചിലർ കിടന്നുറങ്ങുന്നുണ്ട്. ഒരു ശരിയായിട്ട് ഉത്സവം നടക്കുന്ന ഒരു ഉത്സവപ്പറമ്പ്. അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭാദ്രമാസത്തിലെ ചതുർത്ഥി ദിവസമായിരുന്നു. ആ മഹോത്സവം നടക്കുകയാണ്. മഹാപ്രളയം സൂചിപ്പിക്കണ പോലെ പെട്ടെന്ന് ഉത്സവത്തിൻ്റെ ഇടയിൽ മഴ തുടങ്ങി. ഉത്സവം കൊളാവുക എന്ന് പറയുന്ന പോലെ മഴ. ആ മഴ വന്നു കഴിഞ്ഞപ്പോൾ ഇവൾ അടുത്തുള്ളൊരു വീടിൻ്റെ അവിടേക്ക്, ആ ഉത്സവപ്പറമ്പിൻ്റെ അപ്പുറത്തൊരു വീട്ടിൻ്റെ അങ്ങോട്ട് കയറി നിൽക്കാൻ നോക്കി. ഇവളെ കണ്ടാൽ തന്നെ സഹിക്കില്ല. അവരടിച്ചിറക്കി അവളെ. അടുത്ത വീട്ടിൽ ചെന്നു, അവിടുന്ന് അടിച്ചിറക്കി. അവളിൻ്റെ അപ്പുറത്ത് ചെന്നു, അവിടുന്ന് അടിച്ചിറക്കി. അവസാനം ഗത്യന്തരമില്ലാണ്ട് ഈ ചണ്ടാള സ്ത്രീ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അതാരും കണ്ടില്ല. അവൾ അവിടെ കയറിയിട്ട് അങ്ങോട്ട് ഇരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് മഴ അങ്ങോട്ട് വർദ്ധിച്ചു. സന്ധ്യ നേരമായി. അന്നത്തെ കാലത്തൊക്കെ ഈ വിളക്കുകളല്ലേ ഉള്ളൂ, ഇലക്ട്രിക് ലൈറ്റുകളില്ല. തണുപ്പ് വരാൻ തുടങ്ങി. മഴയുടെ കാഠിന്യം കുറഞ്ഞെങ്കിലും തണുപ്പ് കൂടി. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവിടെ കിടക്കണ കുറേ പുല്ലൊക്കെ പറിച്ചു. ആ പുല്ലൊക്കെ പറിച്ച് കൂട്ടിയിട്ടിട്ട് കത്തിക്കാൻ തുടങ്ങി. ആ കത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിന് ഓരോ പിടി പുല്ലെടുക്കും. എന്നിട്ട് ആ ചൂട് ഇങ്ങനെ ദേഹത്തിൻ്റെ പല ഭാഗത്ത് കാണിക്കും. ദേഹം മുഴുവൻ തണുത്തിരിക്കുന്ന കാരണം ഇങ്ങനെ ഈ കാണിക്കുന്ന സമയത്ത് ഒരു കാറ്റടിച്ചു. അപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന പുല്ലുകളിൽ ഒന്ന് പറന്നു പോയിട്ട് ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിൽ മസ്തകത്തിൽ പോയിട്ട് തട്ടി. ആ പുല്ല് കറുകയായിരുന്നു. ഇങ്ങനെ പോയിട്ട് തട്ടി എന്നാണ് പറയണത്. ആ സമയത്ത് മഴ കൊണ്ട് തണുത്തിട്ടുള്ള കഴുത കരഞ്ഞുകൊണ്ട് ശരീരം കുടഞ്ഞിട്ട് ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു. എന്നിട്ട് ആ കൽത്തൂണുകളോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേ സമയത്ത് തന്നെ മഴ നനഞ്ഞിട്ട് കലപ്പേന്ന് എങ്ങനെയോ മോചനം കിട്ടിയപ്പോൾ കയറ് പൊട്ടിച്ചിട്ട് രക്ഷപ്പെട്ടതാണ് സുലഭൻ എന്ന് പറഞ്ഞ കാള, യജമാനൻ്റെ അവിടുന്ന്. അവനും വന്നിട്ട് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്ന് കയറി. ഇവർ രണ്ടുപേരും കൂടെ നോക്കുമ്പോൾ വിശക്കുണ്ട്. നോക്കുമ്പോൾ ഈ ചണ്ടാള സ്ത്രീ പറിച്ചു വെച്ചിട്ടുള്ള പുല്ല് അവിടെ കുറച്ച് കിടക്കട്ടെ. അപ്പോൾ കഴുത അത് ആദ്യം കണ്ടിട്ട് പോയി തിന്നാൻ പോയി. ആ സമയത്ത് തന്നെ കാളയും കണ്ട് രണ്ടുപേരും കൂടെ കടിപിടിയായി പുല്ലിന് വേണ്ടിയിട്ട്. അവസാനം അടിപിടി
കുത്തുക മറിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പുല്ലിന് വേണ്ടി കിടന്നുള്ള അടിയിൽ ഈ പുല്ല് ചെതറിത്തെറിച്ചിട്ട് കുറേ പുല്ല് ഭഗവാന്റെ മേലെ പോയി വിടും, ഇവരുടെ തമ്മിത്തല്ലിൻ്റെ ഇടയിൽ. ആ സമയത്ത് ഈ എന്താ പറയുക, ചണ്ഡാള സ്ത്രീ ഒരു വടിയെടുത്തിട്ട് ഗണപതിയുടെ മേലേക്ക് ഇവർ ഈ പുല്ലൊക്കെ ചവിട്ടി തെറിപ്പിക്കാണ്ട് സഹിക്കാണ്ട് ഇവറ്റകളെ രണ്ടെണ്ണത്തിന് 2 അടി കൊടുത്തിട്ട് ആ തല്ല് പിരിച്ച് ഭഗവാന്റെ ശരീരത്തിലേക്ക് കൂടുതൽ ഈ കരിഞ്ഞ പുല്ലും ഒന്നും പോയിട്ട് വീഴാതെ അതിനെ സംരക്ഷിച്ച് നിർത്തിയെന്നാണ് പറയണം. ഇവരുടെ ഈ തമ്മിൽ അടിയും ബഹളവും ഇവള് ആക്രോശിക്കുന്നതും ഈ കാളയും കഴുതയും പിടിച്ചു മാറ്റാൻ നോക്കണ ശബ്ദമൊക്കെ കേട്ടിട്ട് ആ അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ഈ തണുപ്പ് കാരണം ഉറങ്ങിക്കിടക്കണ ആൾക്കാർ വരെ എണീച്ചു വന്നു. അവരൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് നോക്കുമ്പോൾ ദാ ഒരു കഴുതയും ഒരു കാളയും ഒരു ചണ്ഡാള സ്ത്രീയുണ്ട് ശ്രീകോവിലിൻ്റെ ചുറ്റും കിടന്നിട്ട് ആകെ ഈ പ്രശ്നം. ഇവർക്കൊക്കെ കോപം അങ്ങോട്ട് സഹിക്കാണ്ട കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തിട്ട് ഈ കാളയും കഴുതയും ഈ സ്ത്രീയും പൊതിര തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചാവട്ടി അടിച്ച് അവരെ പുറത്തേക്ക് ആക്കുന്ന സമയത്ത് ഇവർ ഉറക്കെ കരഞ്ഞു വേദനിച്ചിട്ട്. ആ സമയത്ത് ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു അത്രേ, ഇവർ 3 പേരും ഒന്നിച്ച് വന്നതുകൊണ്ട് എനിക്ക് കറുക കൊണ്ട് ആരാധന നടന്നു. എത്രയോ കാലമായിട്ട് ഈ ക്ഷേത്രത്തിൽ ആരും എന്നെ കറുക കൊണ്ട് പൂജിച്ചിട്ടില്ല. കറുക എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ട് ഇവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എത്ര ദുഷ്ടനായാലും അല്ല ഇനി നല്ലവനായാലും ഭാദ്രപദത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിയിൽ എനിക്ക് ഒറ്റക്കറുക കൊണ്ട് ആ ഒരു നേരത്തും പ്രദക്ഷിണത്തിനും കൊടുക്കണം. അതായത് ഇവരെന്നെ പൂജിച്ച സമയത്ത് അങ്ങനെയുള്ള ആളാരാണെങ്കിലും ഞാൻ അവർക്ക് എൻ്റെ ലോകത്തെ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ ഇവർ ഭഗവാൻ അത് ചിന്തിച്ച മാത്രയിൽ ഭഗവാന്റെ ഗണങ്ങൾ വന്ന് ഇവരെ ഭഗവാന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയണത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ കുറേ യോഗികൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ കാണുകയാണ് ഈ 3 നികൃഷ്ട ജന്മങ്ങളായിട്ട് സാധാരണ ആൾക്കാർ കാണുന്ന ആൾക്കാരെ ഗണപതിയുടെ അവർക്ക് ദിവ്യദൃഷ്ടി ഉള്ളതുകൊണ്ട് അവർ കണ്ടു ഈ ദിവ്യവിമാനത്തിൽ കയറ്റിയിട്ട് ഇങ്ങനെ ഗണപതിയുടെ അനുചരന്മാർ വന്നിട്ട് ഈ കഴുതയും കാളടയും ചണ്ഡാള സ്ത്രീയുടെയും പൂർവ്വരൂപങ്ങളിൽ അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അവർ ആ ഗണങ്ങളോട് ഭഗവാന്റെ ഗണങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ എത്രയോ വർഷമായിട്ട് ഭഗവാനെ ആരാധിക്കുകയും പൂജിക്കുകയും മന്ത്രം ജപിക്കുകയും ചെയ്യണവരാ, ഞങ്ങൾക്ക് ഈ ഫലം കിട്ടിയില്ലല്ലോ, ഇതെങ്ങനെയാണ് എന്ന് ചോദിക്കും. ഇവർ മഹാദുഷ്ടജന്മങ്ങളല്ലേ, ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഇത് കിട്ടിയത്? ഞങ്ങളെ ഭഗവാൻ ഇതുവരെ കണ്ടില്ലേ, ഇവരെ മാത്രം എങ്ങനെയാണ് ഭഗവാൻ കണ്ടത്, ഞങ്ങൾ ഇത്രയും അനുഷ്ഠിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമം പറഞ്ഞു അത്രേ. ഞങ്ങൾക്ക് എന്നാ ഭഗവാനെ കാണാൻ സാധിക്കുക, ആ പരമധാമപ്രാപ്തി ഞങ്ങൾക്ക് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോൾ ഗണങ്ങൾ പറഞ്ഞു, നിങ്ങൾ ക്ഷോഭിക്കരുത്, മനസ്സാദ്യം ശാന്താക്കുക, ഞങ്ങൾ പറയണത് ശ്രദ്ധിച്ച് കേൾക്കുക. കറുകയുടെ മഹാത്മ്യമാണ് ഇതിനൊക്കെ കാരണം, അത് ആദിശേഷന് പോലും പറയാൻ പറ്റില്ല, എന്നാലും കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പണ്ട് കൗണ്ഡിന്യമുനി എന്ന് പറയുന്ന ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. ആ മഹാത്മാവ് പറഞ്ഞൊരു കഥയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു കാലത്ത് നാരദൻ ഒരിക്കൽ ഇന്ദ്രനെ കാണാൻ വന്നു. ഇന്ദ്രനെ കാണാൻ വന്ന സമയത്ത് ഇന്ദ്രൻ വളരെ ആദരവോട് കൂടിയിട്ട് നാരദനോട് ചോദിച്ചു, ഈ ഗണപതിയെ കറുക കൊണ്ട് പൂജിക്കണതിൻ്റെ മഹത്വം എന്താ എന്ന് ചോദിച്ചപ്പോൾ അന്ന് നാരദ മഹർഷി പണ്ട് കൗണ്ഡിന്യ മഹർഷി തൻ്റെ ആശ്രമത്തിൽ വെച്ചിട്ട് അദ്ദേഹം, കൗണ്ഡിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണകനെ പോലെ അല്ലെങ്കിൽ മുദ്ഗലനെ പോലെ ഗണപതി ഭഗവാന്റെ ഒരു മഹാ ഉപാസകനാണ് കൗണ്ഡിന്യൻ. ആ കൗണ്ഡിന്യ മഹർഷി തൻ്റെ ഭാര്യ ആയിട്ടുള്ള ഒരു ആശ്രയ എന്ന് പേരുള്ള ഒരു ദേവി ഉണ്ടായിരുന്നു. ആ ദേവിക്ക് പറഞ്ഞു കൊടുത്തതായിട്ടാണിത് എന്ന് പറഞ്ഞു. ഒരു ദിവസം കൗണ്ഡിന്യ മഹർഷി കാട്ടിൽ നിന്ന് വളരെ വിശേഷമായിട്ടുള്ള നല്ല കറുകനാമ്പുകൾ കൊണ്ടുവന്നിട്ട് അത് ഭഗവാനെ ആരാധിക്കാൻ കണ്ടപ്പോൾ ആശ്രയ ചോദിച്ചു അത്രേ, അങ്ങ് എല്ലാ ദിവസവും ഈ പുല്ല് പറിച്ചുകൊണ്ട് വന്നിട്ട് ഗണപതിയുടെ മേലെ ഇടണ്ടല്ലോ, ഇതിൻ്റെ കാരണം എന്താ? പുല്ലുകൊണ്ട് ആരാ തൃപ്തിപ്പെടുക? പശുക്കളല്ലാണ്ടേ. പശുക്കളല്ലാതെ ദേവന്മാരെങ്ങനെയാണ് പുല്ല് കൊടുത്തിട്ട് തൃപ്തിപ്പെടുത്താൻ പറ്റും? ഇത് വെറും പുല്ലല്ലേ, ഈ പുല്ലെന്തിനാണ് ഗണപതിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണത്? ഇതിന് ഇത്ര പുണ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ കൗണ്ഡിന്യം പറഞ്ഞു, കറുകയുടെ മാഹാത്മ്യം എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയാം. പഴയ കാലത്ത് യമധർമ്മൻ്റെ പുരിയിൽ ഒരു മഹോത്സവം നടന്നു. ആ സമയത്ത് അപ്സരസ്സുകൾ ദേവലോകത്തുനിന്ന് വന്നിട്ട് നൃത്തം ചെയ്യുമ്പോൾ തിലോത്തമയുടെ മേൽവസ്ത്രം താഴെ ഭൂമിയിൽ വീണുപോയപ്പോൾ യമധർമ്മൻ അവളിൽ മോഹിച്ചിട്ട് അവളെ പുണരാൻ പോയി. അദ്ദേഹത്തിൻ്റെ വീര്യം ഭൂമിയിൽ പതിച്ചപ്പോൾ തീ പോലുള്ള ഒരു അസുരൻ ജനിച്ചു. അവൻ്റെ പേര് അനലാസുരൻ എന്നാണ്. അവൻ കാലാഗ്നി പോലെ അവൻ പോയ സ്ഥലങ്ങളൊക്കെ കത്തിക്കും. അവൻ എവിടെ ചെന്ന് നിന്നാലും അവിടെ തീ പടരും, ആ സ്ഥലം ഭസ്മാവും. അങ്ങനെ
അവൻ്റെ ആ ഭീകരമായിട്ടുള്ള തേർവാഴ്ച സഹിക്കാൻ പറ്റാണ്ട് ലോകനാശകത്വം കണ്ടിട്ട് ദേവന്മാർ ഗണപതിയെ സ്തുതിച്ചു. ആ സ്തുതി, ദേവന്മാരുടെ ആ സ്തുതി ഈ അനലാസുരനെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദേവന്മാരുടെ സ്തുതി ഗണപതി ഭഗവാന്റെ പ്രധാനപ്പെട്ട സ്തുതികളിലൊന്നാണ്. അതൊരു ചെറിയ സ്തുതിയാണ്, അതും ആചാര്യം ഇവിടെ വായിച്ചിരുന്നു. ഉദരരോഗമുള്ളവർ ആ സ്തുതി ചെല്ലുന്നത് വളരെ വിശേഷമാണ്. ഉദരരോഗമുള്ള ദഹനശേഷി, ജഠരാഗ്നി വർദ്ധിക്കാൻ വളരെ വിശേഷമാണ്. അതേപോലെ തന്നെ ദഹനക്കേടാണെങ്കിലും അതെ, വയറ് സംബന്ധിച്ചിട്ടുള്ള എന്ത് രോഗങ്ങളും അതേപോലെ തന്നെ മനസ്സിൻ്റെ ചൂട്, തീ കുറയ്ക്കാനും അത് വളരെ വിശേഷമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് വിസ്തരിച്ചിട്ട് ഭഗവാന്റെ പല ഗുണങ്ങളെ പറഞ്ഞിട്ട് ഭഗവാനെ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഓരോ ശ്ലോകവും ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ വിശേഷമാണ്. കാരണം അത് നമസ്കാര സ്തുതി, അത് ഓരോ ശ്ലോകവും ചൊല്ലി നമസ്കരിക്കുക. ഇങ്ങനെയുള്ള ആ സ്തുതി കേട്ടപ്പോൾ ഭഗവാന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ പ്രത്യക്ഷപ്പെട്ടത് ആ മഹാഗണപതിയുടെ രൂപത്തിലൊന്നുമല്ല, ഒരു കുഞ്ഞു കുട്ടി, ഗണപതി തന്നെ കൊച്ചുകുട്ടി, നല്ല ചന്തമായിട്ട് സുന്ദരനായിട്ട് ബാലഗണപതിയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. ആ ബാലഗണപതിയായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവന്മാരൊക്കെ ജയജയകാരം മുഴക്കി ബാലരൂപം ധരിച്ചു വന്ന് നിൽക്കണ ബ്രഹ്മമാണ് എന്ന് കരുതിയിട്ട് നമസ്കരിച്ചു. എന്താ വേണ്ടത് ചോദിച്ചു ഭഗവാൻ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അനലാസുരം വരുന്നുണ്ട്, എന്താ ഞങ്ങൾക്കൊരു രക്ഷയില്ല, അങ്ങ് തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലർച്ചയും വിളിയും ബഹളമൊക്കെ കേട്ടു. എല്ലാ ദിക്കുകളും പ്രകമ്പനം കൊള്ളിപ്പിച്ചുകൊണ്ട് ഈ അനലാസുരം വരണത് കണ്ടു. തീക്കട്ട പോലൊരു സാധനം ദൂരത്തുനിന്ന് ഇങ്ങനെ പാഞ്ഞു വരണു. ഭഗവാൻ അക്ഷോഭ്യനായിട്ട്, കൊച്ചുകുട്ടിയല്ലേ, അങ്ങനെ ഇരുന്നു കൗതുകത്തോട് കൂടിയിട്ടൊരു പന്ത് കളിക്കാൻ വരണ കിട്ടുമ്പോൾ ഒരു കുട്ടിയുടെ കണ്ണിൽ എങ്ങനെ അത്ഭുതം വരും അതുപോലെ നോക്കിക്കൊണ്ടിരുന്നു. ദേവന്മാരും മഹർഷിമാരൊക്കെ പല വഴിക്ക് ഓടി, അവർ ഓടി ഒളിച്ച് രക്ഷപ്പെട്ടു. ഒരു നിമിഷം അത് ഭഗവാനാണെന്ന് അവർ മറന്നുപോയിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു അത്രേ, തിമിംഗലം ചെറിയ മത്സ്യങ്ങളെ ഒഴുങ്ങുന്നത് പോലെ അനലാസുരം വരുന്നുണ്ട്, കുട്ടിയായിട്ടുള്ള നീ രക്ഷപ്പെട്ടോന്ന് ഗണപതി ഭഗവാനോട് പറഞ്ഞു, രക്ഷപ്പെട്ടോളാൻ. പക്ഷെ ഭഗവാൻ അവിടെ നിന്ന് അനങ്ങിയില്ല. ഭഗവാൻ അവിടെ തന്നെ ഇരുന്നു. പർവ്വതം പോലെ വളരാൻ തുടങ്ങിയത്രേ ഭഗവാന്റെ ശരീരം. ബാലഗജാനനൻ, ബാലഗണപതി പർവ്വതം പോലെ വളർന്നു എന്നാണ് പറയണത്. പർവ്വതം പോലെ വളർന്നിരിക്കണ സമയത്ത് ആ തീക്കട്ട എത്രയോ വലിപ്പത്തിലുള്ളൊരു തീക്കട്ടയായിട്ടാണ് ഈ അനലൻ വരുന്നത്. അവൻ അങ്ങോട്ട് ഭഗവാന്റെ നേരെ അങ്ങോട്ട് അലറിക്കൊണ്ട് അങ്ങോട്ട് വന്നു. ഇടിവെട്ടുന്ന പോലുള്ള ശബ്ദങ്ങളുണ്ടായി, കത്തിയമരണ ശബ്ദങ്ങൾ. നമ്മൾ ഈ കൊടുങ്കാടുകളൊക്കെ കത്തുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും, വിറകൊക്കെ പൊട്ടി പൊട്ടി കത്തുന്ന അങ്ങനത്തെ ശബ്ദത്തോട് കൂടി ഇവൻ ഭഗവാന്റെ നേരെ വന്നു. തീയിൻ്റെ കാറ്റടിച്ചു, അതിൻ്റെ ജ്വാലകൾ കൂടുതൽ ആളി കത്തിയെന്നാണ് പറയണം. ആ സമയത്ത് ഭഗവാൻ വളരെ ലീലയായിട്ട് ഉണ്ണിക്കണ്ണൻ എങ്ങനെയാണോ വെണ്ണ കഴിക്കുക അതുപോലെ തൻ്റെ തുമ്പിക്കരം നീട്ടിയിട്ട് ആ പന്ത് പോലെ വരുന്ന അവനെ അങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് വായ തുറന്നൊരൊറ്റ വിഴുങ്ങലും അങ്ങോട്ട് വിഴുങ്ങി. അവൻ കണ്ടെത്തിപ്പോയി നിന്നു. ഭഗവാന്റെ ശരീരം ചുട്ടുപൊള്ളാൻ തുടങ്ങി. ത്രിഭുവനങ്ങൾ കഴുത്തിൽ നിർത്തി. താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ ലംബോദരത്തിൻ്റെ ഉള്ളിലാണ് സമസ്ത പ്രപഞ്ചത്തിൻ്റെയും സ്ഥാനം, ആരൂഢം. പ്രപഞ്ചം കത്തിപ്പോവോ എന്ന് ദേവന്മാർ ഭയന്നു പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഭഗവാൻ അവനെ കണ്ടത്തിൽ വെച്ചു. ആ സമയത്ത് ഭഗവാന്റെ ശരീരം ചുട്ടുപഴുത്തു. ഭഗവാന് ചൂട് സഹിക്കാൻ പറ്റാണ്ട് കുട്ടി കിടന്നിട്ട് വെപ്രാളപ്പെടുക എന്ന് പറയില്ല, അതുമാതിരി ഭഗവാൻ ചൂട് സഹിക്കാൻ പറ്റാണ്ട് വെപ്രാളം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ വേഗം ചന്ദ്രനെ കൊണ്ടുപോയിട്ട് ഭഗവാന്റെ ശിരസിൽ വെച്ചു തണുപ്പിക്കാൻ. ചന്ദ്രൻ തണുപ്പാണല്ലോ, അതുകൊണ്ട് ചന്ദ്രനെ വെച്ചു കൊടുത്തു. ദേവന്മാരും മഹർഷിമാരും ഒക്കെ ഉടനെ അദ്ദേഹത്തിനെ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് സ്തുതിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും അഗ്നി ശമിച്ചില്ല. കഴുത്തിൻ്റെ അവിടെ കിടന്നിട്ട് അത് ചുട്ടുപഴുത്തു. അപ്പോൾ വാഴത്തണ്ടുകൾ എടുത്തിട്ട്, ഉണ്ണിത്തണ്ട് നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ, ആ വാഴത്തണ്ടൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ബ്രഹ്മാവ് ഭഗവാന് കൊടുത്തു കഴിക്കാൻ, തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് എന്നിട്ടും പോയില്ല. അതിനുശേഷം അതിസുന്ദരികളായിട്ടുള്ള സിദ്ധിയെയും ബുദ്ധിയെയും കൊടുത്തു. അവർ രണ്ടുപേരോടും ഭഗവാനെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു, അങ്ങനെ തണുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും തണുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു വന്ന് ഭഗവാൻ തൻ്റെ കയ്യിലുള്ള താമര എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത് ഗുരുവായൂരപ്പൻ. അങ്ങനെ ആ താമര എടുത്ത് കൊടുത്തു. എന്നിട്ടും അഗ്നി ശമിച്ചില്ല. വരുണൻ സകല ജലങ്ങളും സകല സമുദ്രങ്ങളിലെയും ജലം കൊണ്ടുവന്നിട്ട് ഭഗവാനെ പല പ്രാവശ്യം അഭിഷേകം ചെയ്തു എന്നാണ് പറയണത്. അങ്ങനെ പല പ്രാവശ്യം അഭിഷേകം ചെയ്തു. പിന്നെ മഹാദേവൻ 1000 ഭണമുള്ള ഒരു സർപ്പത്തെ, ഔഷധ ശക്തിയുള്ള സർപ്പത്തെ കൊടുത്തപ്പോൾ അതിനെ വയറിൽ ചുറ്റിക്കെട്ടി തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഭഗവാന്റെ ചൂട് ശമിച്ചില്ല. ആ സമയത്ത് 88,000 മുനികളുടെ ഒരു വലിയ മണ്ഡലം, നമ്മളിപ്പോൾ മഹാമണ്ഡലേശ്വർ എന്ന് നമ്മൾ പറഞ്ഞാണ്, മുനിമാരുടെ സംഘത്തിനെയാണ് മണ്ഡലം എന്ന് പറയുക. ആ മണ്ഡലം 88,000 പേര്, 88,000
മഹർഷിമാരുടെ ഒരു വലിയ ഭക്തസംഘം വന്നു അവിടേക്ക്. അവർ വന്നിട്ട് ഭഗവാനെ സ്തുതിച്ചിട്ട് ഭഗവാന് കുളിർമയുണ്ടാവാൻ വേണ്ടിയിട്ട് കരിങ്കറുകയും കറുത്ത കറുകയും 21 വെവ്വേറെ കൂട്ടിക്കെട്ടിയിട്ട് 21 കറുകനാമ്പുകൾ 3 കെട്ടിയായിട്ടുള്ള കറുകയും കൊടുക്കും, ഒറ്റക്കറുക കൊടുക്കും, 21 കറുക വെവ്വേറെ ഓരോരുത്തരും ഭഗവാന്റെ മസ്തകത്തിൽ സമർപ്പിച്ചു. എന്നിട്ട് പൂജിച്ചു. കറുകനാമ്പുകളോട് കൂടിയിട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ കൂടാണ്ട ചെയ്യപ്പെട്ടിട്ടുള്ള പൂജ ആര് ഗണപതിക്ക് ചെയ്താലും കറുകയില്ലാണ്ട ചെയ്താൽ അത് വിഫലാണെന്നാണ്. അത് ഭഗവാൻ അവിടെ പറയും. കറുകനാമ്പുകളോട് കൂടിയിട്ട് പൂജിച്ചില്ലെങ്കിൽ ഒരാൾക്കും പൂജാഫലം കിട്ടില്ല. 21 കറുകനാമ്പുകൾ ഉത്തമമായിട്ടുള്ള ഫലത്തിനെ കൊടുക്കുന്നു ഭഗവാൻ അന്ന് കൽപ്പിച്ചു. ആ കറുക കൊണ്ട് പൂജ കിട്ടിയതോട് കൂടിയിട്ട് ഭഗവാന്റെ ശരീരത്തിലുള്ള ചൂട് ശമിച്ചു എന്നാണ്. കർമ്മനാശകമാണ് കറുക. അതുകൊണ്ടാണ് നമ്മൾ കൊച്ചുകുട്ടികൾ 10 വയസ്സിൻ്റെ താഴെ, ചില സ്ഥലങ്ങളിൽ 6 വയസ്സിൻ്റെ താഴെയാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമം കുട്ടികൾക്ക് ചെയ്യില്ല, കറുക ഹോമമായിട്ടാണ് ചെയ്യുക. ചിറ്റമൃത് ഹോമിക്കുന്നതിന് പകരം കറുക മാത്രം ഹോമിക്കും മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട്. അതിനാണ് നമ്മൾ കറുക ഹോമം എന്ന് പറയുക. അത് മഹാദേവനാണ് ചെയ്യുന്നത്. പക്ഷേ കറുകയ്ക്ക് അങ്ങനെ ഇത്രയും ഒരു മഹിമ അതിനുണ്ട്. എന്നിട്ട് പറയും 100 അശ്വമേധങ്ങൾ ചെയ്താലും, കോടി ജന്മങ്ങൾ കൊണ്ട് എത്രയധികം ദാനങ്ങൾ ചെയ്താലും, വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്താലും, കൊടുന്തപസ് ചെയ്താലും മഹർഷിമാരും ദേവന്മാരും കൂടി നേടാത്ത പുണ്യം കറുകനാമ്പ് ഗണപതിക്ക് കൊടുത്താൽ കിട്ടുന്നു പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ അവിടെ കൽപ്പിച്ചു. ഭഗവാന്റെ ആ വചനം കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട് ദേവന്മാരെവിടുന്നൊക്കെയോ കറുക പറിച്ചുകൊണ്ട് വന്നിട്ട് അവരും ഒറ്റൊറ്റ കറുകകളെ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും അവസരമുണ്ടായി ഭഗവാനെ അർച്ചിക്കാൻ. മഹർഷിമാർ വന്ന് അർച്ചിച്ചു, ദേവന്മാരർച്ചിച്ചു, മനുഷ്യരർച്ചിച്ചു, ഈവൻ ചില അസുരന്മാരും വരെ വന്ന് അർച്ചിച്ചു. ഭഗവാനിൽ ഭക്തിയുള്ളവരൊക്കെ ഭഗവാനെ കറുക കൊണ്ട് അർച്ചിച്ചു. സന്തുഷ്ടനായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ ആ ഭഗവാൻ വന്ന് പ്രത്യക്ഷപ്പെട്ട സ്ഥലം അവിടെ ദേവന്മാർ ജയിച്ച സ്ഥലമായതുകൊണ്ട്, അനലാസുരനെ ഭക്ഷിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് വിജയം എന്ന് പേര് വന്നു. അങ്ങനെ കറുകയുടെ മഹാത്മ്യം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് കൗണ്ഡിന്യ മഹർഷി ഭാര്യയോട് പറയണം. എന്നിട്ട് പറയും, ദേവി, പണ്ട് ഒരു നേരത്ത് സ്വസ്ഥനായിട്ടിരിക്കണ ആ ഗണപതിയെ കാണാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി പോയി. ഗണപതി ഭഗവാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ മിണ്ടാതെ ശാന്തനായിട്ടിരിക്കുക. അപ്പോൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നാരദ ഋഷി പോയി. എന്നിട്ട് ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാൻ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് മഹർഷിയെ അവിടെ അടുത്ത് പിടിച്ചിരുത്തി. അങ്ങ് എവിടുന്ന് വന്നതാണ്, എന്തിനാ വന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറയും, എൻ്റെ മനസ്സിലൊരാശ്ചര്യമുണ്ട്, എനിക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഏഷണിയാണ് പറയണത്. ഭഗവാന്റെ അടുത്ത് പറയും, അത് പറയാൻ വന്നതാണ്. എന്നിട്ട് മാത്രമല്ല, അങ്ങയൊന്ന് നമസ്കരിക്കണം തോന്നി, അതിനും കൂടെ വന്ന. അപ്പം പറയൂ, കേൾക്കട്ടെ പറയും. മിഥിലാപുരിയിൽ ജനകൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. വലിയ ബ്രഹ്മജ്ഞാനിയാണ്, വലിയ വേദാന്തിയാണ്, അദ്ദേഹത്തിന് ഒരുപാട് അറിവുണ്ട്. അതേപോലെ ദാനശീലനുമാണ് അദ്ദേഹം. അനവധി ദാനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ദിവസം ചെന്നപ്പോൾ അദ്ദേഹം എന്നെ മൈൻഡ് ചെയ്ത് പോലുമില്ല. നാരദനെ മൈൻഡ് ചെയ്തില്ല ജനകൻ. അപ്പോൾ പറയുക, എന്നെ അദ്ദേഹം മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു, എന്താ അല്ലേ അങ്ങേക്ക് ഇങ്ങനെ ദാനമൊക്കെ ചെയ്യാൻ സാധിക്കണം, ഇത്ര അറിവുണ്ടായതൊക്കെ ഗണപതിയുടെ പ്രസാദം കൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ സ്വന്തം കഴിവാണ്, ഞാൻ എന്നെ തന്നെയാണ് ഈശ്വരനായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞിട്ടൊരു കഥ ഇതിൽ കാണുന്നു. ജനകനെ ആദ്യമായിട്ടാണ് ഒരു വില്ലനായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയണത്. കർത്താവും കാരണവും ഒക്കെ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദ്വൈത പദ്ധതിയെ കളിയാക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. എന്തായാലും ആ കഥയിലേക്ക് നമുക്ക് പോവാം. ഇങ്ങനെയുള്ള വചനം കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആ ജനകനോട് പറഞ്ഞു, ഈ അഹങ്കാരം അങ്ങേക്ക് നല്ലതിനല്ല, അങ്ങേക്ക് അതിനുള്ള പാഠം അടുത്ത് തന്നെ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങേ കാണാൻ വന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ മുനിയുടെ വാക്യം കേട്ടപ്പോൾ നാരദൻ്റെ അടുത്ത് ഭഗവാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. നാരദനെ ഭക്ഷണമൊക്കെ കൊടുത്ത് കുടിക്കാനൊക്കെ കൊടുത്ത് തൃപ്തിയാക്കി പറഞ്ഞയച്ചു. മുനി അവിടുന്ന് നേരെ ഇവിടേക്ക് പോയി, വൈകുണ്ഠത്തിലേക്ക്. ഗണപതി ഭഗവാൻ കുറച്ചു നേരം ആലോചിച്ചുകൊണ്ടിരുന്നതിന് ശേഷം വളരെ വൃത്തികെട്ട ശരീരമുള്ള, കുളിക്കാത്ത തേക്കാത്ത, കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരുത്തൻ്റെ വേഷം എടുത്തിട്ട് മിഥിലയിലേക്ക് അങ്ങോട്ട് ചെന്നു. അങ്ങനെ ഈച്ചക്കൂട്ടം ആക്രമിക്കണ അവസ്ഥയിൽ രക്തമൊലിക്കണ അനവധി വ്രണങ്ങളോട് കൂടിയിട്ട്, കണ്ടാൽ അറപ്പുണ്ടാക്കുന്ന, കണ്ടാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന അവശനായ, പല്ലുകളില്ലാത്ത ഇങ്ങനെ ഒരുത്തൻ നടന്ന് നീങ്ങണ കണ്ടപ്പോൾ ആൾക്കാർ വസ്ത്രം കൊണ്ട് മൂക്കൊക്കെ പൊത്തിയിട്ട് മാറി നടക്കാൻ തുടങ്ങി. ശരീരത്തിൽ നിന്ന് പുഴുക്കളൊക്കെ ഇങ്ങനെ വീഴുക അവൻ്റെ ദേഹത്തുനിന്ന്. അത്രയും വൃത്തികെട്ട.
കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരത്തുനിന്ന് അവനെ കൂക്കി വിളിക്കാനും കല്ലെറിയാനും തുടങ്ങി. അങ്ങനെ ഇങ്ങനെ കുട്ടികളാകുന്ന കല്ലുകൾ കൊണ്ട് ആരാധിക്കുന്ന ഭക്തന്മാരോട് കൂടിയിട്ട്, ഭഗവാനെ കല്ലുകൾ കൊണ്ട് അർച്ചന ചെയ്യണ ഭക്തന്മാരോട് കൂടിയിട്ട് ആ ദുഷിച്ച വേഷധാരിയായിട്ടുള്ള ഗണപതി ഭഗവാൻ മിഥിലയുടെ അകത്തേക്ക് പ്രവേശിച്ചു. ആ സമയത്ത് കവാടത്തിൽ വെച്ചിട്ട് ദ്വാരപാലകന്മാർ തടഞ്ഞു. അപ്പം പറയും, ദൂതന്മാരെ, ഞാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എത്രയോ ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. ഇവിടുത്തെ ജനക മഹാരാജാവ് മനസ്സറിഞ്ഞും കൈയയച്ചിട്ടും ദാനം ചെയ്യുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരു നേരത്തെ നല്ല മൃഷ്ടാന്ന സദ്യ വേണം, അതിനാ ഞാൻ വന്നതെന്ന് പറയും. രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവിൻ്റെ അടുത്ത് ഈ വിവരം അറിയിച്ചപ്പോൾ അവന് ഭക്ഷണം കൊടുക്കുക പറഞ്ഞു. അതല്ല, അയാളെ കൊട്ടാരത്തിൽ കയറ്റാൻ കൊള്ളില്ല, അത്രയ്ക്ക് വൃത്തികെട്ട ദേഹമാണ് അയാളെ എന്ന് പറഞ്ഞപ്പോൾ ഈ ജനക മഹാരാജാവ് പറഞ്ഞു, അതൊന്നും നോക്കണ്ട, അയാളെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടുക്കളുടെ അവിടെ മഹാരാജാവ് നിൽക്കുന്ന സമയത്താണ് ഈ ദുഷിച്ച വേഷത്തിലുള്ള ഭഗവാനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഈച്ചകൾ പൊതിഞ്ഞിരിക്കണു, രക്തമൊലിക്കണു, വേർത്തിരിക്കണു. ദൂരന്നേ ജനകൻ കണ്ടു. ജനകന് ആത്മജ്ഞാനം കുറച്ചൊക്കെ ഉള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് സംശയം തോന്നി, ഇത് ഈശ്വരൻ എന്നെ ചതിക്കാൻ വേണ്ടി വേഷം കെട്ടി വന്നതാണോ എന്ന് അദ്ദേഹത്തിന് ഡൗട്ട് തോന്നി. മറിച്ചാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണെങ്കിൽ ആ ഭഗവാന്റെ പരീക്ഷണത്തിൽ എനിക്ക് ജയിക്കണം, എനിക്ക് നല്ലതേ വരാൻ പാടുള്ളൂ എന്ന് നിശ്ചയിച്ചിട്ട് ആ ബ്രാഹ്മണനെ നന്നായിട്ട് ഉപചരിക്കാൻ ഉദ്ദേശിച്ചിട്ട് അവിടേക്ക് ചെന്നു. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ കീർത്തി കേട്ടിട്ട് ഞാൻ വന്നതാണ്. ഞാൻ വളരെ കാലങ്ങളായി മര്യാദയ്ക്കൊരു ഊണ് കഴിച്ചിട്ട്, എനിക്കൊരു നേരത്തെ ഊണിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് മിഷ്ടാന്ന ഭോജനമായിട്ട് വേണം, എല്ലാവിധ വിഭവങ്ങളോട് കൂടിയിട്ടുള്ള സദ്യ വേണം പറഞ്ഞു. എനിക്കങ്ങനെ ഭക്ഷണം തന്ന 100 യാഗം ചെയ്ത ഫലം അങ്ങേക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് കണ്ണീരണിഞ്ഞിട്ട് പറഞ്ഞു, വിശക്കണവനായിട്ട് അഭിനയിച്ചിട്ട്. കൗണ്ഡിന്യ മഹർഷി പറയുക, ഇങ്ങനെ കേട്ടിട്ട് ആ ഗണപതി ഭഗവാൻ പറഞ്ഞ കേട്ടപ്പോൾ അവനെ സഭാമധ്യത്തിൽ കൊണ്ട് ഇരുത്തി പലകയിട്ട് കുടിക്കുനീര് വീഴ്ത്തി വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കി നിന്നപ്പോൾ ഒരു നിമിഷം കൊണ്ട് വിളമ്പിയത് മുഴുവൻ കഴിഞ്ഞു. അപ്പോൾ അടുത്ത് വീണ്ടും വിളമ്പി, അതും കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പാത്രം കൊണ്ടുവന്നു, അതും കഴിഞ്ഞു. അങ്ങനെ എന്തൊക്കെ വിളമ്പിയോ അത് മുഴുവൻ ഭക്ഷിച്ച് അവസാനം അടുക്കളയിൽ പോലും ഒന്നും ഇല്ലാണ്ടായി. ഖജനാവിന്ന് പുതിയ അരി നെല്ലൊക്കെ കൊണ്ടുവന്ന് അവരുടെ ധാന്യക്കലവറയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അത് അരിയിട്ട് തിളപ്പിച്ചുകൊണ്ട് അതും കഴിച്ചു. അവസാനം കൊട്ടാരത്തിലുള്ള സകല ധാന്യശേഖരം അവസാനിച്ചു, പച്ചക്കറിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മന്ത്രിമാരുടെ വീടുകളിൽ നിന്ന് അരിച്ചാക്കുകൾ കൊണ്ടുവരാൻ തുടങ്ങി. അവസാനം നാട്ടിലെ ജനങ്ങളൊക്കെ അവരുടെ രാജാവിനൊരു മോശം വരരുതല്ലോ വിചാരിച്ചിട്ട് അവരുടെ വീട്ടിലുള്ള ഫുഡിൻ്റെ സ്റ്റോക്കൊക്കെ എടുത്തു കൊടുത്തു. ഫ്രിഡ്ജിൽ വെച്ച സാധനം വരെ എടുത്തു കൊടുത്തിട്ടുണ്ടാകും, സകലതും എടുത്തു കൊടുത്തു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഭക്ഷിച്ചു. ഒരു സ്ഥലത്ത് പോലും ഒരു വറ്റ് ചോറിനുള്ള ധാന്യം കിട്ടാണ്ടായി. അങ്ങനെ ഒന്നും ഇനി വിളമ്പിക്കൊടുക്കാനില്ല എന്ന് ആലോചിച്ചിട്ട് മനസ്സ് തകർന്നിട്ട് ജനകൻ തലകുലിച്ചിരിക്കുന്ന സമയത്ത് ബ്രാഹ്മണൻ കൈ കഴുകിയിട്ട് അങ്ങോട്ട് എണീച്ചിട്ട് സ്വസ്തി എന്ന് മാത്രം പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഓരോ വീട്ടിലും പോയിട്ട് പറയാൻ തുടങ്ങി, ഞാൻ തൃപ്തിയായിട്ട് ഊണ് കഴിക്കാൻ പറഞ്ഞു വന്നതാണ്, ജനകൻ തരുന്ന വിചാരിച്ച് തൃപ്തിയായിട്ട് ഒന്നും കിട്ടിയില്ല, വിശപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് എല്ലാ വീട്ടിലും പോയിട്ട് പറയും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ കൊട്ടാരത്തേക്ക് കൊടുത്തയച്ചല്ലോ, ഞങ്ങൾക്കൊന്നും തരാനില്ല. അങ്ങ് എന്താ പറയണത്, ജനകനെ ഇങ്ങനെ പരീക്ഷിക്കരുത് പറയും. അപ്പോൾ പറയും, ജനകൻ തൃപ്തിയായിട്ട് അന്നം കൊടുക്കണവനാണെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്ന്, തൃപ്തിയില്ലാണ്ട് ഞാൻ എങ്ങനെയാണ് പോവുക, എന്തെങ്കിലും എവിടുന്നെങ്കിലും എനിക്ക് ഭക്ഷണം കൊണ്ട് തരൂ എന്നൊക്കെ പറഞ്ഞ് വളരെ എന്താ പറയുക വിഷമിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ നടക്കണ സമയത്ത് ജനകൻ്റെ രാജ്യത്തിൽ ത്രിശിരസ് എന്നും വിരോചന എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഭാര്യാഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവർ മഹാഭക്തരും സാധുക്കളുമായിരുന്നു. ശ്ലോകത്തിൽ പറയണത് നല്ല രസമാണ്, ലോഹപാത്രങ്ങളില്ലാത്ത വീടായിരുന്നു അവരുടെയെന്ന്, അത്ര ദാരിദ്ര്യമാണെന്ന്. അന്നത്തെ കാലത്തൊക്കെ ലോഹത്തിൻ്റെ പാത്രങ്ങൾ വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നർക്കേ സാധിക്കുള്ളൂ. അപ്പോൾ ലോഹത്തിൻ്റെ പാത്രങ്ങളില്ല, മെറ്റൽ വെസൽസ് ഇല്ല, മൺപാത്രങ്ങളാണ് ഉള്ളത്. അങ്ങനെയുള്ള അവരുടെ മന്ദിരത്തിനെ ഭഗവാൻ കണ്ടു. ഭഗവാൻ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ഈ ചീഞ്ഞു നാറുന്ന ശരീരത്തോടു കൂടിയിട്ട് സ്വന്തം വീട് പോലെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. ആ വീട്ടിൻ്റെ ഉള്ളിൽ ചെന്നു. ആ സമയത്ത് ഭൂമിയിൽ ഇരിക്കാനൊരു സ്ഥലം പോലും കൊടുക്കാനില്ല, ഒരു പീഠം പോലും ഇല്ല വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ, വെറും നിലത്തേ ഇരിക്കാൻ പറ്റുള്ളൂ. ആകാശമാകണ മേൽവസ്ത്രം അത്ര ധരിച്ചിരിക്കുന്നത്. ആ അമ്മ നഗ്നത മറയ്ക്കാൻ മാത്രം എന്തോ ഒരു കീറിയ മുണ്ടിട്ടിട്ടുണ്ട്. അത്ര ദാരിദ്ര്യമാണ് അവർക്ക്. മാത്രമല്ല സകല ആഭരണങ്ങളും ഉപേക്ഷിച്ചവരും
ദിക്കുകളാകണ വസ്ത്രമുടുത്തവരെ പോലെയാണ് ഇവർ ഇരുന്നിരുന്ന്. അദ്ദേഹം ഈ തൃശ്ശിരസ് നാമമാത്രമായിട്ട് നഗ്നത മറച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലം. ഒരിക്കലും ആരുടെ മുന്നിലും കൈനീട്ടാത്തവരാണ് അവർ. യാചിക്കാത്ത കരങ്ങളോട് കൂടിയവരാണെന്നാണ് പറയുന്നത്. നിത്യവും ജലത്തിൻ്റെ അഭിഷേകം ഭഗവാന് ചെയ്യണവർ. ആത്മശുദ്ധിക്കായിട്ട് ഭാര്യാഭർത്താക്കന്മാരാണെങ്കിലും അഖണ്ഡ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണവർ. ആ വീടിൻ്റെ ചുറ്റും കൊതുകുകളാണ്. കൊതുകിൻ്റെ പ്രളയമാണെന്നാണ് പറയണത് ആ വീടിൻ്റെ ചുറ്റും. അങ്ങനെ ഉള്ള ആ വീടിനെയും ഇത്രയും പ്രപഞ്ചനാഥനായിട്ടുള്ള ഗണപതി ഭഗവാൻ ഇങ്ങനെ നോക്കി. അവരുടെ ഒരവസ്ഥ അങ്ങനെ നോക്കി. ആ വ്യക്തികൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഭാവത്തെ എടുത്തിട്ട് തൻ്റെ രൂപത്തിനെ ഒന്ന് നേരെയാക്കിയിട്ട്, അതായത് നേരത്തെ കണ്ടത്രയ്ക്ക് ഭീകരല്ലാത്ത ഒരു രൂപത്തിലേക്ക് മാറ്റിയിട്ട് അവരുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ മിഥിലയിലെ ജനകൻ്റെ അടുത്ത് ഊണ് കഴിക്കാൻ വന്നതാണ്. അയാൾ ഒരു നേരത്തെ ഭക്ഷണം പോലും എനിക്ക് മര്യാദയ്ക്ക് തന്നില്ല. എനിക്ക് തൃപ്തിയായില്ല. എനിക്കിപ്പോഴും വിശപ്പാണ്. അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണമെന്ന്. ഇവരുടെ ഈ അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരോട് പോയിട്ട് അവരുടെ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നാൻ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറയും, രാജാക്കന്മാരുടെ രാജാവാണ് ജനകൻ, അവന് തൃപ്തി തരാൻ പറ്റിയില്ല, പിന്നെയാണോ ഞങ്ങൾ എന്ന് ചോദിക്കും. എത്രയോ നദികളുടെയും അരുവികളുടെയും ജലം കൊണ്ട് കവിയാത്ത കടൽ ഒരു തുള്ളി പാല് കൊണ്ട് എങ്ങനെ നിറയും എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ ശ്ലോകത്തിൽ. അല്പമാണെങ്കിലും ഭക്തിയോടെ നൽകണതാണ് എനിക്ക് തൃപ്തികരം എന്ന് പറയും ഭഗവാൻ. അല്പമാണെങ്കിലും ഭക്തിയോടെ തരണമാണ് എനിക്ക് തൃപ്തികരം. ഭക്തിയില്ലാണ്ട് അഹങ്കാരത്തോടെയോ എത്ര എനിക്ക് തന്നാലും അത് വെറുതെയാണ്. അപ്പം പറയും, സത്യമായിട്ട് പറയാണ് ബ്രാഹ്മണോത്തമ, ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ല. ഭഗവാന്റെ പൂജയ്ക്ക് രാവിലെ ഞങ്ങൾ മുറ്റത്തുനിന്ന് കുറച്ച് കറുകപ്പുല്ല് പറിച്ചിരുന്നു. അതിൽ ഭഗവാന് പൂജിച്ചതിന് ശേഷം ബാക്കി ഒരു നാമ്പുണ്ട്, അതേ ഈ വീട്ടിലുള്ളൂ എന്ന് പറയും. അപ്പം പറയും, അത് തരൂ, ഞാനത് കഴിക്കട്ടെ എന്ന് പറയും. അവരുടനെ ആ ഭാര്യ വിരോചന ഭക്തിയോട് കൂടിയിട്ട് ആ ഒറ്റക്കറുക് നാമ്പെടുത്തിട്ട് ആ ബ്രാഹ്മണന് കൊടുത്തു. ഭഗവാൻ അത് ഭക്ഷിച്ചിട്ട് തൃപ്തി എന്ന് പറഞ്ഞു. അത്രേ അതാണ് തൃപ്തി. ആ ശംഖ് വരണം, ആ സത്യമാണ് ഭഗവാനെ. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. രുക്മിണി ഒറ്റ തുളസി വെച്ചപ്പോൾ ഭഗവാന്റെ ത്രാസ് തട്ടൊന്നിച്ചായില്ലേ, അതേപോലെ തന്നെ ആ തൃപ്തിയാണെന്ന് പറഞ്ഞു. ദ്വിജ, ഇത് അവിടെ നിന്ന് തൃപ്തനായി ഭവിക്കാമെന്ന് പറഞ്ഞിട്ട് അത്ര കൊടുത്തത്. അങ്ങനെ തൃപ്തിയായി എന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ തൻ്റെ ആ രൂപത്തിനെ അങ്ങോട്ട് മാറ്റി തൻ്റെ ആ മംഗളകരമായിട്ടുള്ള ആ രൂപത്തെ പ്രദർശിപ്പിച്ച് അവർക്ക് ദർശനത്തെ കൊടുത്ത് അനുഗ്രഹിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് എത്ര പിറവി ഉണ്ടായാലും നിന്നിൽ ദൃഢഭക്തി ഉണ്ടാവണം, മാത്രമല്ല ഞങ്ങൾക്ക് ഈ സംസാരക്കടലിൽ ഞങ്ങളെ രക്ഷിക്കുകയും വേണമെന്ന് പറഞ്ഞു. കൗണ്ഡിന്യം പറയുക, തൃശ്ശിരസിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങ് എൻ്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു അത്രേ ഭഗവാൻ. സന്തോഷം കൊണ്ട്, തനിക്ക് തൃപ്തി തന്ന ആളാണ്, ഭഗവാനെ കെട്ടിപ്പിടിച്ചു തൃശ്ശിരസ്. അതോടുകൂടിയിട്ട് സകല പാപങ്ങളും പോയി, വിരോചനയുടെയും തൃശ്ശിരസിൻ്റെയും. ഭഗവാൻ അവർക്ക് മംഗളകരമായിട്ടുള്ള ആ ഭഗവാന്റെ ഗണേശലോകത്തെ കൊടുത്തു എന്നാണ് പറയണത്. എന്നിട്ട് പറയാ, ഈ കഥ കേൾക്കുന്നവർക്ക് തന്നെ ഗണേശനിൽ ഭക്തി ഉണ്ടാവുമെന്ന് മാത്രമല്ല, അത്രയും മംഗളമായിട്ടുള്ള ആ കഥ സകല പാപങ്ങളെയും നശിപ്പിക്കുന്നു. ഞാൻ പണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ഒരു ഗോസായി പത്മതീർത്ഥത്തിൻ്റെ അടുത്ത് ഒരു വലിയ സാളഗ്രാമം കൊണ്ടുവന്ന് വെച്ച് പൂജ കഴിച്ചിരുന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട്. എന്നും ഒരിത്തിരി ചോർറ്റുവറ്റ കൊടുക്കുക. അപ്പോൾ എങ്ങനെയോ രാജാവ് വിഷപ്രച്ഛന്നനായിട്ട് നടക്കുമ്പോൾ ഈ രംഗം കണ്ടു. അദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, ഈ സാളഗ്രാമം ഇരിക്കേണ്ടത് രാജാവിൻ്റെ അടുത്തല്ലേ? അങ്ങേപ്പോലെ ഒരു ചുറ്റി നടക്കുന്ന ആൾക്കാർക്ക് ഇതിന് മതിയായിട്ടുള്ള നേദ്യം കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഉടനെ ഗോസായി പറഞ്ഞു, മഹാരാജാവേ, അങ്ങാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങല്ലാണ്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കില്ല. എനിക്കിത് തരണോണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് മാത്രം പറഞ്ഞു. മഹാരാജാവ് പറഞ്ഞു, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഇത്രയും നാടുകൾ എൻ്റെ കയ്യിലില്ലേ, കൃഷിയിടങ്ങളില്ലേ, ഞാൻ വേണ്ട നേദ്യം കൊടുത്തോളാം. അവർ കൊണ്ടുപോയിട്ട് ഭദ്രദീപപ്പരെ കൊണ്ടുപോയി വെച്ചു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ. നമ്പിയോട് പറഞ്ഞു പൂജ കഴിക്കാൻ. അപ്പം നമ്പിക്ക് അറിയാമല്ലോ പൂജ കൊടുക്കുമ്പോൾ മതിയാവുണ്ടോ ഇല്ലയോ എന്ന്. ഒരു ദിവസം ഒരു നാഴി അരിയുടെ ചോറ് നേദിക്കാനത്ര പറഞ്ഞു. ആദ്യം നേദിച്ചു, തൃപ്തിയായില്ല, അത് ഇടങ്ങഴിയായി, അവിടുന്ന് കൂടി പറയായി, പിന്നെ പത്തായങ്ങൾ കൊണ്ടുവന്നു. ഇങ്ങനെ 1.5 മാസം കൊണ്ട് തിരുവിതാംകൂറിലെ ധാന്യപ്പരകളൊക്കെ ഏകദേശം തീരുമാനമായി. അപ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആ സാളഗ്രാമത്തിനടുത്ത് തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതെന്ത് മറിമായോണ്, നിങ്ങളാകെ 4 വറ്റാണ് കൊടുക്കണത്, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇറങ്ങിയിരിക്കും, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 4 വറ്റ് ചോറെടുത്തിട്ട്
ഈ പ്രപഞ്ചത്തിലെ സമസ്ത ഭക്ഷണവും അങ്ങേക്കെന്ന് സങ്കല്പിച്ചിട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്തു. അതോടുകൂടി തൃപ്തിയായി. സാളഗ്രാമത്തിന് ഇങ്ങനൊരു കഥയുണ്ട്. ഇത് കുറച്ച് വിസ്തരിച്ച് പറയേണ്ട കഥയാണ്, പക്ഷെ ഞാനൊന്ന് ചുരുക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അതേപോലെയാണ്, ഭക്തി കൊണ്ടുള്ള സമർപ്പണമാണ് പ്രധാനം. സത്യഭാമ തൻ്റെ ഖജനാവിലുള്ള സ്വർണം മുഴുവൻ കൊണ്ടുവന്നിട്ടും ഭഗവാനെ തൂക്കാൻ പറ്റിയില്ലല്ലോ. ഒറ്റ തുളസി ഇലയിലാണ് തട്ട് സമമായിട്ട് തീർന്നത്. അപ്പോൾ ഇങ്ങനെ ഗണങ്ങൾ ഈ യോഗീശ്വരനോട് പറയുന്നതാണിത്. നേരത്തെ വിമാനത്തിൽ ഇവർ കയറിപ്പോകുന്ന കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ട യോഗികളോട് ഭൂതഗണങ്ങൾ, ഭഗവാന്റെ ഗണങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്.